പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ സാധാരണ പറയുമ്പോൾ ഒരു പുസ്തകം പറയാറുണ്ട്. ഒരു പുസ്തകം വായിച്ചു തുടങ്ങുന്നയാളല്ല പുസ്തകം വായിച്ച് അവസാനിക്കുമ്പോൾ ഒരു പുതിയൊരു മനുഷ്യനാകുകയാണ്. അതുപോലെയാണ് ഒരു യാത്ര തുടങ്ങുമ്പോൾ പുറപ്പെട്ടയാളല്ല മടങ്ങി വരുന്നത്. അയാൾ നവീകരിക്കുന്നു, പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, പുതിയ മനുഷ്യനായി മാറുന്നു. എനിക്ക് ഏറ്റവും അസൂയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. വ്യക്തിപരമായി എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ കൗമാരകാലത്ത് വളരെ അസൂയ തോന്നിയിട്ടുള്ളൊരു മനുഷ്യനാണ്. ആ അസൂയ ഇന്നും കുറഞ്ഞിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വലിയ വലിപ്പച്ചെറുപ്പമില്ലാതെ അസൂയ ഈ മനുഷ്യനോട് ഉണ്ടാകും. കാരണം ഈ ജിജ്ഞാസയുടെ കണ്ണുകളാണ് ഈ വിഷ്വലുകൾ പകർത്തി നമ്മളെ കാട്ടിയത്. സഞ്ചാരം എന്ന പരിപാടി ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ കണ്ടുകൊണ്ടിരുന്നു. അന്ന് വിഷ്വൽ മീഡിയയുടെ ഭാഗത്ത് ഈ സീരിയലും മറ്റു പരിപാടികളും വാർത്താധിഷ്ഠിത പരിപാടികളും ഉള്ള ഘട്ടത്തിൽ ഈ ഒരു വ്യത്യസ്തമായ സഞ്ചാരത്തിൻ്റെ ലോകം തുറക്കുകയും, ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയുണ്ട്, ഗൂഗിളുണ്ട്, സെർച്ച് ചെയ്ത് ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് എവിടെ വേണോ സെർച്ച് ചെയ്തെടുക്കാം. അന്നങ്ങനെയല്ല. നമ്മൾ ഈ ഭൂഖണ്ഡത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സംസ്കാരം, അവരുടെ കഥ, കവിത, പാട്ടുകൾ, ലോകമഹായുദ്ധങ്ങൾ, അങ്ങനെ പല ചരിത്രങ്ങളെക്കുറിച്ചും അറിയാൻ വളരെ ലളിതമായ ഭാഷയിൽ സന്തോഷ് ജോർജ് കുളങ്ങര നമ്മളെ മുന്നിൽ അവതരിപ്പിച്ചു. അത് ഇന്നും തുടരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്ര ബഹിരാകാശ യാത്രയിലേക്ക് എത്തി നിൽക്കുന്നു. ആ യാത്രയുടെ ഭൂമിയിലെ യാത്രയിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും സഞ്ചരിക്കുന്ന യാത്രയുടെ കൗതുകത്തിൻ്റെ പ്രതീകമാണ്. മലയാളിയുടെ യാത്രാസങ്കല്പത്തിൻ്റെ സഞ്ചരിക്കുന്ന കണ്ണാടിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങരയിലൂടെയാണ് ലോകത്തെ കണ്ടത്. അതുകൊണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര നമുക്കൊപ്പമുണ്ട്. ഞാനൊരു ചെറിയ ചോദ്യത്തോടു കൂടി ആരംഭിക്കാം. കാരണം നമ്മൾ ഓരോ മേഖലയെ സംബന്ധിച്ച്, ഒരു പ്രൊഫഷനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണയുണ്ടാകും നമ്മൾ പഠിക്കുമ്പോഴൊക്കെ തന്നെ. പക്ഷേ സന്തോഷ് ജോർജ് കുളങ്ങര ഈ യാത്ര ആരംഭിക്കുന്നു, യാത്രയൊരു ഘട്ടം കടക്കുന്നു, കൗതുകം ഉണ്ടാകുന്നു, ലോകത്തിലെ ഓരോ സ്ഥലങ്ങളും കാണാനുള്ള ജിജ്ഞാസയുണ്ടാകുന്നു. എന്നു മുതലാണ് ഇതെൻ്റെ മേഖല, എൻ്റെ മേഖല, എൻ്റെ ഇടം, എനിക്ക് ലോകത്തോട് പറയാനുള്ളത് ഇതാണ് എന്ന് ബോധ്യപ്പെടുന്നത് അതെന്നു മുതലാണ്? നമസ്കാരം. ഞാൻ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനിവിടെ എത്തിയത് ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ്. സഫാരി ചാനലിൽ ഏതാണ്ട് 2 വർഷം മുമ്പ് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ശ്രീ മുരുകൻ കാട്ടാക്കട മരങ്ങാട്ടുപള്ളി എന്ന ഞങ്ങളുടെ ഗ്രാമത്തിലെത്തി കുറേയേറെ എപ്പിസോഡുകളിലൂടെ സ്വന്തം ജീവിത കഥയ്ക്കൊപ്പം ഈ കാട്ടാക്കടയുടെയും ഈ ഗ്രാമപ്രദേശങ്ങളുടെയും ഒക്കെ കഥകളും പറഞ്ഞു. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്ന 10-12 എപ്പിസോഡുകളിൽ ഈ പ്രദേശത്തെ മനുഷ്യരെ, ഇവിടുത്തെ ജീവിതങ്ങളെ ഒക്കെ അദ്ദേഹം പരിചയപ്പെടുത്തി. അങ്ങനെ ഒരു കാര്യം സഫാരിയോട് ചെയ്തപ്പോൾ, അദ്ദേഹം ഇവിടെ ഒരു പരിപാടി നടത്തുകയും എന്നെ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ, ഇന്ന് വളരെ വ്യക്തിപരമായ ചില കാരണങ്ങളാൽ എനിക്ക് വരാൻ നിർവാഹമില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നാണെങ്കിലും, അദ്ദേഹം ആവശ്യപ്പെട്ടാൽ, നിർബന്ധിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല എന്ന ഒറ്റ കാരണത്താലാണ് ഈ നിമിഷം കൂടി ഉള്ളത്. എൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെ വിവാഹം കാസർഗോഡ് നടക്കുന്നിടത്ത് നിന്ന് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ അവിടെ പോകാൻ കഴിയാതെ ക്ഷമാപണത്തോടെ ഞാനിവിടെ വരികയാണ് ചെയ്തത്. ഈ കാട്ടാക്കട പ്രദേശത്തേക്ക് എത്തുമ്പോൾ എൻ്റെ നാടിൻ്റെ ഏതാണ്ട് അതേ രൂപഭാവങ്ങൾ. മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ കോട്ടയം എന്ന ഞങ്ങളുടെ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ അകലെ, ഈ കാട്ടാക്കടയും ഏതാണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ കിഴക്കോട്ട് മാറിയുള്ളൊരു സ്ഥലം, ഏതാണ്ട് ഇതേ ഭൂപ്രകൃതി. അപ്പോൾ എനിക്ക് ഇവിടുത്തെ മനുഷ്യരെ, ഇവരുടെ ജീവിത രീതികൾ, ഇവിടുത്തെ മനുഷ്യരുടെ ചിന്തകളൊക്കെ നന്നായിട്ട് മനസ്സിലാകുന്ന ഒരു തനി ഗ്രാമീണൻ എന്ന നിലയിൽ തന്നെ ഞാനിവിടെ ഇരിക്കുകയാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ട് എനിക്ക് ഈ പറഞ്ഞു വന്നതിനെ കണക്ട് ചെയ്യാനുണ്ട്. ഒരു ഗ്രാമത്തിൽ ജീവിച്ച ഒരു മനുഷ്യന് ലോകത്തിൻ്റെ കാഴ്ചകൾ, അന്ന് ദൂരദർശൻ എന്ന ഒരു മാധ്യമമായിരുന്നു എൻ്റെ ബാല്യകാലത്ത്. ആ മാധ്യമത്തിൽ അക്കാലത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അത് എൻ്റെ പ്രായമുള്ളവർക്കറിയാം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഞാൻ പ്രൈമറി കഴിഞ്ഞു, എനിക്ക് തോന്നുന്നു അപ്പർ പ്രൈമറിയിലേക്ക് കയറുന്ന സമയത്താണ് രാമായണം, മഹാഭാരതം തുടങ്ങിയ എപ്പിക്കുകളൊക്കെ ദൂരദർശനിൽ വരുന്നത്. അങ്ങനെയാണ് എൻ്റെ ഗ്രാമം ടെലിവിഷൻ്റെ ലോകത്തേക്ക് വരുന്നത് തന്നെ. അതൊരു വലിയ തരംഗമായി. ആ ഗ്രാമത്തിൽ വളരെ കുറച്ച് വീടുകളിൽ ടെലിവിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ആദ്യം ഒരു ടി വി വന്നത് എൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ്, ഞങ്ങളുടെ വീട്ടിലില്ല. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അകലെയുള്ള ആ വീട്ടിലേക്ക് ഇടയ്ക്ക്
ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധിയായതുകൊണ്ട് എൻ്റെ അമ്മ അധ്യാപികയായിരുന്നു, പിതാവും അധ്യാപകനായിരുന്നു. അപ്പോൾ ഈ അമ്മ വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് വെക്കുന്ന ഈ ശനി ഞായർ ദിവസങ്ങളിലാണ്. ഞങ്ങൾക്ക് കൃഷിയൊക്കെ ഉണ്ട് കുറച്ച്. അപ്പം നെല്ല് പുഴുങ്ങി ഉണങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ. ആ ജോലികളൊക്കെ മക്കളായ ഞങ്ങളെ ഏൽപ്പിക്കും പല കാര്യങ്ങളും. അപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഈ ജോലി വൃത്തിയായിട്ട് ചെയ്താൽ വൈകിട്ട് ഈ ടി വി കാണാൻ പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ 6 മണിക്ക് ശേഷം പോകാം. 1 മണിക്കൂർ ടി വി കണ്ടിട്ട് തിരിച്ചു വരാം. പലപ്പോഴും പല ദിവസങ്ങളിലും ഈ ടെലിവിഷൻ കാണാൻ ചെല്ലുമ്പോൾ അതിൽ ഹിന്ദിയിലുള്ള കൃഷി ദർശൻ എന്ന് പറഞ്ഞൊരു പരിപാടിയായിരിക്കും. ഒരു ആൾ വന്ന് നിലത്ത് ഒരു കുഴി കുത്തുന്നു, ഒരു മാങ്ങാണ്ടിയോ എന്തോ ഒരു സാധനം കുഴിച്ചു വെക്കുന്നു, വെള്ളം നനയ്ക്കുന്നു, കുറേ പ്രഭാഷണം നടത്തുന്നു, ഇത് കിളിർത്തു വരുന്നതിൻ്റെ കുറേ ദൃശ്യങ്ങൾ. ഇതാകുമ്പോഴത്തേക്ക് 1/2 മണിക്കൂർ എപ്പിസോഡ് കഴിയും. പക്ഷേ ഇത് എത്രയോ കൗതുകത്തോടെ കണ്ടിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അന്നു മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് ടെലിവിഷൻ്റെ മേഖലയായിരിക്കും എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഞാൻ ഹൈസ്കൂൾ എത്തിയപ്പോഴേക്കും അത് ഉറച്ചു. പിന്നെ ഞാൻ പ്രീ ഡിഗ്രിക്കും ഇതേ സ്വപ്നങ്ങളോടുകൂടി തന്നെയാണ് പഠിച്ചത്. ഡിഗ്രി ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തതും ഇതേ സ്വപ്നത്തോടെയാണ്, മാധ്യമ പ്രവർത്തനം, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയ, പിന്നീട് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. അത് കഴിഞ്ഞ് ഞാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടെലിവിഷനിൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു, നിർമ്മാണങ്ങൾ ആരംഭിച്ചു. പിന്നീട് അതിൽ സജീവമായ പ്രവർത്തനങ്ങൾ തുടങ്ങി. അങ്ങനെ വരുന്ന വഴിക്കാണ് എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത്. അക്കാലത്ത് ദൂരദർശൻ, ഏഷ്യാനെറ്റ് ആരംഭിച്ച സമയമാണ്. ദൂരദർശനിലും ഏഷ്യാനെറ്റിലുമാണ് എനിക്ക് തോന്നുന്നത് അക്കാലത്ത് സിനിമയില്ലാത്ത സിനിമക്കാരും ദൃശ്യമാധ്യമത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന സർവ്വ ചെറുപ്പക്കാരും അടിഞ്ഞുകൂടിയിരുന്നൊരു സ്ഥലം. 100 കണക്കിന് ആളുകൾ ഈ ദൂരദർശൻ്റെ വരാന്തയിൽ, ഏഷ്യാനെറ്റിൻ്റെ വരാന്തയിൽ നിൽക്കുന്നൊരു കാലം. 1000 കണക്കിന് പ്രോഗ്രാമുകൾ, ഡോക്യുമെൻ്ററികൾ, ടെലിഫിലിമുകൾ, സീരിയലുകൾ കേരളം മുഴുവൻ നിർമ്മിക്കപ്പെടുന്നൊരു കാലം. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ 1000 കണക്കിനുണ്ടാകുന്ന സീരിയലുകളിലൊന്നായി, ഡോക്യുമെൻ്ററികളിലൊന്നായി, ടെലിഫിലിമുകളിലൊന്നായി മാറുന്ന ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ എൻ്റെ ആവശ്യമില്ല. ഞാൻ നിർമ്മിക്കുന്ന ഒന്ന്, ഞാൻ സൃഷ്ടിക്കുന്ന ഒരു ദൃശ്യമാധ്യമ പരിപാടി ഇതുവരെ ആരും കാണാത്ത ഒന്നായിരിക്കണം, വ്യത്യസ്തമായ ഒന്നായിരിക്കണം. അത് എൻ്റെ പേരിൽ പറ്റുമെങ്കിൽ അറിയപ്പെടുന്ന ഒരു പരിപാടിയായിരിക്കണം. അപ്പോൾ കുറച്ച് കാലത്തേക്ക് ഞാൻ പണിയൊക്കെ നിർത്തിവെച്ചു, ആലോചിച്ചു. അപ്പോൾ ആ കാലത്ത് വായനയുടെ, ആ വിദ്യാഭ്യാസ കാലത്തെ വായനയുടെ ലോകത്തേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു. അങ്ങനെ പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണങ്ങളിലേക്ക് വരുന്നു. ഒരു നിമിഷത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഒരു സ്പാർക്ക് ഉണ്ടാകുന്നു. ഈ മനുഷ്യൻ അക്ഷരം കൊണ്ട് ലോകത്തെ നമുക്ക് വർണ്ണിച്ചു തന്നത് എൻ്റെ മാധ്യമമായ ദൃശ്യമാധ്യമത്തിലൂടെ എന്തുകൊണ്ടൊരു ക്യാമറയുമായി പോയി ചിത്രീകരിച്ച് മനുഷ്യനെ കാണിച്ചുകൂടാ? അവിടെ നിന്നാണോ കാര്യങ്ങൾ മാറിയത്? പക്ഷേ ഇന്നത്തേതുപോലെ ഒരു മൊബൈൽ ഫോണിലോ വളരെ കോമ്പാക്റ്റായ ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന തരത്തിലുള്ളൊരു ക്യാമറയിലോ ഷൂട്ട് ചെയ്യാമായിരുന്നല്ല അന്നത്തെ ടെലിവിഷൻ പ്രോഗ്രാമുകൾ. കൂറ്റൻ യൂമാറ്റിക് ക്യാമറകൾ. യൂമാറ്റിക് ക്യാമറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പെട്ടി, ആ ക്യാമറ വെക്കുന്ന ഒരു പെട്ടിക്ക് ഈ ടീപ്പോയുടെ എത്ര വലിപ്പമുണ്ട്. അത് കൊണ്ടു നടക്കണമെങ്കിൽ 2 പേര് വേണം. അത് ക്യാമറ മാത്രമാണ്. അത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഡെക്ക് എന്ന് പറഞ്ഞ മറ്റൊരു സാധനമുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരു പെട്ടിക്കകത്താണ് ആ ഡെക്ക്. ഈ ഡെക്കിനെയും ക്യാമറയും കണക്ട് ചെയ്യുന്ന കൂറ്റനൊരു കേബിളുണ്ട്. അപ്പം 3 പേര് വേണം മിനിമം ഇത് ചുമക്കാൻ. അതായത് ക്യാമറ ചുമക്കാൻ ഒരാൾ, ഡെക്ക് ചുമക്കാൻ മറ്റൊരാൾ, ട്രൈപ്പോഡ്, ഇത്രയും വലിയ ക്യാമറ താങ്ങണമെങ്കിൽ വലിയൊരു ട്രൈപ്പോഡ് വേണം, ട്രൈപ്പോഡ് ചുമക്കാൻ 3ാമത്തെ ഒരാൾ, പിന്നെ അസിസ്റ്റൻറ്റുമാർ. ഒരു 8 പേരില്ലാതെ ഒരു ഡോക്യുമെൻ്ററിയോ ഒരു ന്യൂസ് കവറേജോ പോലും സാധ്യമല്ലാത്തൊരു കാലത്ത് ലോകയാത്ര നടത്തി ഒരു പരിപാടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് മാർഗം? 8 പേരെയും കൊണ്ട് ലോകയാത്ര നടത്തുക എന്ന് പറയുന്നത് തനിച്ച് ലോകയാത്ര നടത്താൻ ആളുകൾക്ക് സാധിക്കാത്തൊരു കാലം. അങ്ങനെ അതിനൊരു പരിഹാരം എന്ന നിലയിൽ ഞാൻ കണ്ടുപിടിച്ച സൊല്യൂഷനാണ്, ഒന്ന്, ഈ പണി മുഴുവൻ ഞാൻ ചെയ്യാൻ പഠിക്കുക. ക്യാമറാമാൻ്റെയും സംവിധായകൻ്റെയും എഡിറ്ററുടെയും സ്ക്രിപ്റ്റ് റൈറ്ററുടെയും പ്രൊഡക്ഷൻ ഡിസൈനറുടെയും പ്രൊഡക്ഷൻ മാനേജറുടെയും എല്ലാ പണിയും നിനക്കറിയാമെങ്കിൽ ഒരു ക്യാമറയായിട്ട് നിനക്ക് ഈ പണി തന്നെ ചെയ്യാം, നിനക്ക് തന്നെ ഈ പണി ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്തി. പക്ഷേ അപ്പോഴും ഈ ഡെക്കിൻ്റെ പ്രശ്നം വന്നു. ടെക്നോളജി മാറിയപ്പോൾ അനുകൂലമായ സാഹചര്യം ഉണ്ടായി. ഈ ഡെക്കൊന്നുമില്ലാത്ത സിംഗിൾ ക്യാം കോഡറുകൾ രംഗത്തിറങ്ങി. DV ക്യാം എന്ന് പറയുന്ന ഒരു ക്യാമറ പുറത്തു വന്നു. അതൊരാൾക്ക് തോളിൽ വെച്ച്, എങ്കിലും വലിപ്പമുണ്ട്, ഡെക്കൊന്നുമില്ല, തോളിൽ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം. നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലെ ക്യാമറകളുണ്ടല്ലോ, അതുപോലത്തെ ക്യാമറ. അപ്പം ഞാൻ തനിച്ച് യാത്ര ചെയ്ത് സഞ്ചാരം ചിത്രീകരിക്കാമെന്ന ഒരു സൊല്യൂഷനിലേക്ക് എത്തി. അങ്ങനെ ആദ്യത്തെ യാത്ര നേപ്പാളിലേക്ക് നടത്തി. അതിലൊത്തിരി പ്രശ്നങ്ങളുണ്ടായി, പക്ഷേ അത് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് പയ്യെ വളർന്നു വന്നു. കാര്യം ചെറിയ ചോദ്യമായിരുന്നെങ്കിലും അതിന് ഉത്തരം പറയാൻ ഇത്ര സമയമെടുക്കേണ്ടി വന്നു. ഞാൻ നമുക്ക് വേദിയിൽ ഒന്ന്
2 ചോദ്യങ്ങളിലേക്ക് അവരിലേക്ക് പോകാം. കാര്യം ഒരു ഇൻട്രാക്ഷൻ ആയിരിക്കും നല്ലത്. കാരണം സന്തോഷ് ജോർജ് കുളങ്ങരയെ കിട്ടിയാൽ കൗതുകങ്ങൾ ഒത്തിരി ചോദ്യങ്ങൾ അവർക്ക് ഉണ്ടാവും. ഞാൻ രണ്ടാമതൊരു ചോദ്യം കൂടി ചോദിക്കാം. കാരണം ഞാനൊരു മാധ്യമപ്രവർത്തകനായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഷൂട്ട് ചെയ്ത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോകും. റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ നിന്നൊരു ഫീലുണ്ട്. അത് വ്യക്തിപരമായി കൂടിയുള്ള ഒരു സംശയമാണ്, അത് ഞാൻ ചോദിക്കുന്നുള്ളൂ. അവിടെ നിന്ന് നമ്മൾ അനുഭവിക്കുന്നൊരു ഫീലുണ്ട്. ആ ഫീല് നമ്മൾ അവിടെ നിന്ന് തീവ്രമായി അനുഭവിക്കുന്ന ഫീല് നമ്മൾ തിരിച്ചെത്തി അത് വാർത്തയായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ അത് ചോർന്നു പോകും. എനിക്ക് സഞ്ചാരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും സന്തോഷ് ജോർജ് കുളങ്ങരയോട് ചോദിക്കാൻ വലിയ അത്ഭുതം തോന്നിയത്, ദിവസങ്ങളെടുത്ത് മുൻപേ പോയ ഒരു സാഹചര്യത്തിൽ ഒരു സ്ഥലത്ത് പോയി അവിടുത്തെ സന്ദർഭത്തിൽ ഒരു യുദ്ധമാകാം, പോരാട്ടങ്ങളുടെ ചരിത്രമാകാം, കാലാവസ്ഥയുടെ വ്യതിയാനമാകാം, അതിർത്തിയിലെ പ്രശ്നങ്ങളുണ്ടാകാം, അങ്ങനെ പലതരത്തിലുള്ള ചരിത്രപരമായ പ്രശ്നങ്ങളുണ്ടാകാം. അതൊക്കെ തീവ്രമായി ആ മനുഷ്യൻ്റെ ഭാഷയിൽ അവിടെ നിന്ന് മനസ്സിലാക്കുന്ന ഒരാൾ തിരിച്ചു വന്ന് ഷൂട്ട് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒട്ടും തീവ്രത കുറയാതെ ആ ഭാഷയിൽ നിന്ന് തന്നെ അത് വിവരിക്കാനും അതേ തീവ്രതയോട് കൂടി അത് അവതരിപ്പിക്കാനും എങ്ങനെയാണ് കഴിയുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ആ ദിവസം 1-2 മാസങ്ങൾ കഴിഞ്ഞ ശേഷമായിരിക്കും തിരിച്ച് മടങ്ങിയെത്തി അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സ്, സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കുക. അതെങ്ങനെ സൂക്ഷിക്കാൻ കഴിയുന്നു, അതെങ്ങനെ ഹൃദയത്തിൽ അതേ തീവ്രതയോടുകൂടി കാത്തു സൂക്ഷിക്കാനും കഴിയുന്നു എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ട്. അതെങ്ങനെയാണ് കഴിയുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക്? ഇത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സഞ്ചാരമല്ലത്. അത് നമ്മൾ ആ യാത്രയെ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു സഞ്ചാരമാണ്. ആ അനുഭവം മുഴുവൻ നമ്മുടെ ഹൃദയത്തിലേക്കാണ് വരുന്നത്. ക്യാമറയ്ക്കുള്ളിലേക്ക് ഒരു ടെക്നിക്കലി റെക്കോർഡ് ചെയ്യപ്പെടുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഈ വികാരവുമായിട്ട് തിരിച്ചെത്തുന്ന ഒരു മനുഷ്യൻ, അയാൾ തന്നെയാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്, അയാൾ തന്നെയാണ് അവിടെ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത്, അയാൾ തന്നെയാണ് അവിടെ എന്ത് ശബ്ദം കേൾക്കണമെന്ന് തീരുമാനിക്കുന്നത്, അയാൾ തന്നെയാണ് ഫൈനലി മിക്സ് ചെയ്ത്. ഇന്നും ഈ സഞ്ചാരം തുടങ്ങിയിട്ട് 28 വർഷമായി, 2000-ലേറെ എപ്പിസോഡുകളായി. ഇന്ന് ഞാനിവിടേക്ക് വരുമ്പോൾ ഇന്ന് രാത്രി പോകേണ്ട സഞ്ചാരം മിക്സ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. സഞ്ചാരത്തിൽ ഈ വികാരം ചോരാതിരിക്കാൻ ഞാനൊരു മൂന്നാമതൊരാളെ അത് ചുമതലപ്പെടുത്തുന്നില്ല. കാരണം ആ നാട് കാണാത്ത, ആ അനുഭവത്തിലൂടെ സഞ്ചരിക്കാത്ത ഒരാൾ എന്തെഴുതിയാലും എന്ത് എഡിറ്റ് ചെയ്താലും അതിന് ജീവൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പലപ്പോഴും ടെലിവിഷൻ ചാനലുകളിൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ സംഭവിക്കുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നയാളുടെ വികാരം ക്യാമറാമാനിലേക്ക് പലപ്പോഴും എത്തില്ല. ക്യാമറാമാൻ ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വികാരം വീഡിയോ എഡിറ്ററിലേക്ക്, എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ ഇരിക്കുന്നയാൾക്ക് യാതൊരു തരത്തിലും അത് സമ്മതിക്കപ്പെടുന്നില്ല. അതിൻ്റെ ഓഡിയോ മിക്സ് ചെയ്യുന്നയാൾക്കോ ഫിനിഷ് ചെയ്യുന്ന ഒരാൾക്കോ ഗ്രാഫിക്സ് കൊടുക്കുന്നയാൾക്കോ ഒന്നും ചിലപ്പോൾ ആ വികാരം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പിന്നീട് ഇത് പല കൈകളിലൂടെ മറിഞ്ഞ് വന്ന് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴേക്കും പലപ്പോഴും ഇതിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം, നമ്മളൊരു ലൊക്കേഷനിൽ ഒരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വൈകാരികമായി ആ സ്ഥലത്തെ മനസ്സിലാക്കി നമുക്ക് ഒരു വികാര വിക്ഷോഭത്തോടു കൂടി തന്നെ ഓരോ സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു നാസി ക്യാമ്പിൽ, കൂട്ടക്കൊല നടന്ന ഒരു ക്യാമ്പിൽ, ഓഷ്വിറ്റ്സ് അല്ലെങ്കിൽ ദഹാവ് പോലുള്ള ഒരു നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് നമ്മൾ ചെന്നു എന്നിരിക്കട്ടെ. സാധാരണ ടൂറിസ്റ്റുകൾ ഒരു ബസ്സിൽ പോകുന്നു, ഗൈഡ് പറയുന്നു, ഈ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അത് കുറച്ച് പേര് കുറേ കേൾക്കുന്നു, കുറച്ച് പേര് തീരെ കേൾക്കുന്നില്ല, കുറച്ച് പേര് ബസ്സിലിരുന്ന് ഉറങ്ങുന്നു. സ്ഥലത്തെത്തുന്നു, അവിടെ ഒരു ഗൈഡ് ഉണ്ടാവും, അയാൾ പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ നടക്കുന്നു, തിരിച്ചു വരുന്നത് ഞാൻ സ്ഥിരം കാണുന്നൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ യാത്ര അങ്ങനെയല്ല. ഞാനിവിടുന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, അവിടെ ജീവിച്ചു മരിച്ച ഏകദേശം 60 ലക്ഷം ആളുകളിൽ ഒരു 10-40 ആളുകളുടെയെങ്കിലും ജീവിത കഥ വായിച്ചിട്ടുണ്ടാവും. അവർ കടന്നുപോയ യാതനയുടെ മുഴുവൻ ചിത്രങ്ങളും എൻ്റെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവാം. അവരെവിടെയൊക്കെയാണ് ജീവിച്ചത്, എത്ര ദിവസമാണ് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജീവിച്ചത്, തടവറയിൽ എത്ര ദിവസം ജീവിച്ചു, അവരെങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, ആ കൊല്ലപ്പെട്ട സ്ഥലം എവിടെ എന്നൊക്കെയുള്ളത് മനസ്സിലാക്കി പൂർണ്ണമായും അതിനെ ഗ്രഹിച്ചിട്ടാണ് ഞാനീ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഓരോ സെക്കൻഡും എൻ്റെ ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ ആദ്യം കയറ്റിക്കൊണ്ട് പോയത് ഏത് വാതിലിലൂടെ ആയിരിക്കാം, എവിടെ വെച്ചായിരിക്കാം അയാളെ പൂർണ്ണമായും വസ്ത്രമെല്ലാം ഉരിഞ്ഞ് വിവസ്ത്രനാക്കിയത്. അത് കഴിഞ്ഞ് അയാളെ ഇരുളടഞ്ഞ് ആ സെല്ലിലേക്ക് കൊണ്ടുപോയത് ഏത് ഇടവഴിയിലൂടെ ആയിരിക്കാം. അയാൾ മാസങ്ങളോളം പട്ടിണിയായി നിരന്തര ക്രൂര പീഡനങ്ങൾ അനുഭവിച്ച് കിടന്ന സെല്ല് ഏതായിരിക്കാം. ആ സെല്ലിൽ നിന്ന് അയാളെ ഗ്യാസ് ചേമ്പറിലേക്ക് നടത്തിക്കൊണ്ടുപോയ വഴി ഏതായിരിക്കാം. ആ വഴിയിലൂടെ അയാൾ ചെന്നെത്തിയ ഗ്യാസ് ചേമ്പർ ഏതായിരിക്കാം.
അയാൾ കയറിക്കഴിഞ്ഞതിന് ശേഷം ആ വാതിൽ കനത്ത ഉരുക്കുപാളി കൊണ്ട് അടച്ചു പൂട്ടി ആ വാതിലേതാണ്, ആ വാതിൽ അടച്ചപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരാൾക്കുണ്ടായ ഫീൽ എന്താണ്? ഇതൊക്കെയാണ് ഞാൻ അവിടെ ചെല്ലുന്ന ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ അത് തേടി പോകുന്നത്. ആ വഴികളിലൂടെ ക്യാമറയുമായിട്ട് ആ ദൃശ്യങ്ങളാണ് ഞാൻ ഒപ്പിയെടുക്കുന്നത്. അതിലൂടെ നടക്കുമ്പോൾ അവിടെ എന്താണ് പറയേണ്ടതെന്ന് ഞാൻ മനസ്സിൽ 1000 തവണ എഴുതിയിട്ട് കഴിഞ്ഞു. ഈ വഴിയിലൂടെയാണ് ആ മനുഷ്യൻ നടന്നത്. ആ നടക്കുമ്പോൾ ആ വികാരം ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഞാൻ ആരുടെയോ പരിപാടിക്ക് വേണ്ടി ക്യാമറ ചുമക്കുന്ന ഒരു ക്യാമറാമാൻ അല്ല, കൂലിക്ക് പണിയെടുക്കുന്ന ഒരാളല്ല. ഈ വികാരത്തെ പൂർണ്ണമായും ശേഖരിച്ച് എൻ്റെ പ്രേക്ഷകരിലേക്ക് അതിൻ്റെ 101% തീവ്രതയോടെ തിരിച്ചു നൽകാൻ വേണ്ടി അത് ശേഖരിക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഇങ്ങനെ പരിപാടി കിട്ടും. രണ്ട് ചോദ്യങ്ങളും വ്യക്തിപരമായ ചോദ്യങ്ങളായിരുന്നു. ഞാൻ ഒരു സൂചന കൂടി നൽകി നമുക്ക് മറ്റുള്ളവരിലേക്ക് പോകാം എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ലോകത്തെ മുഴുവൻ സഞ്ചരിച്ച് മനസ്സിലാക്കുകയും ചെയ്ത ഒരാൾ ഇപ്പോൾ പ്ലാനിംഗ് ബോർഡിൻ്റെ അംഗം കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ആ ഒരു ചോദ്യത്തിലേക്ക് കൂടി പോകുന്നത്. കാരണം ലോകം ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല സഞ്ചരിക്കേണ്ടത്, ടൂറിസ്റ്റ് രംഗത്ത് വലിയ സാധ്യതകളുണ്ട് എന്ന കാര്യം പല ഇൻ്റർവ്യൂവിലും ആവർത്തിച്ച് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ, മലയാളി എല്ലാ തരത്തിലുള്ള പുതിയ ആശയങ്ങളെയും സ്വീകരിക്കുകയൊക്കെ ചെയ്യും, എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രം പലതരത്തിലുള്ള മാറ്റങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പോൾ ടൂറിസം എന്ന് പറഞ്ഞാൽ നമുക്ക് കാഴ്ചവെക്കാനുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് മാത്രമല്ല, അവിടേക്ക് ടൂറിസ്റ്റുകൾ എത്തണം, അതിന് ഭൗതിക സാഹചര്യം വേണം, അതിനുള്ള മാറ്റങ്ങൾ വേണം. അപ്പോൾ അതിലേക്ക് കടക്കാനുള്ള എല്ലാ തരത്തിലുള്ള കാൽവയ്പ്പുകൾ, പുതിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ നമ്മൾ ഈ ഒന്നിച്ചു നിൽക്കുന്ന മലയാളി വിവിധ കമ്പാർട്ട്മെൻറ്റിലേക്ക് മാറിപ്പോകുന്നു, പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് നമ്മളെ പ്രദർശിപ്പിക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ വൈമുഖ്യം കാട്ടുന്നു. അപ്പോൾ അതിന് അങ്ങയുടെ സഞ്ചരിച്ച വലിയ സാമ്പത്തികമൊന്നുമില്ലാത്ത ചെറിയ രാജ്യങ്ങളിൽ പോലും, ചെറിയ പ്രദേശങ്ങളിൽ പോലും ടൂറിസ്റ്റ് രംഗത്ത് മാതൃകയാകുന്ന ചെറു രാജ്യങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിന് വലിയ പ്രതീക്ഷകളുണ്ട്. അപ്പോൾ അങ്ങ് ഈ പങ്കുവയ്ക്കുന്നത് രാഷ്ട്രീയത്തിനതീതമായി നമുക്ക് എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ ടൂറിസം മേഖലയിൽ കൊണ്ടുവരാം, എന്തൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷകൾ, ഏത് തരത്തിലാണ് നമ്മൾ മാറേണ്ടത് എന്നതാണ്. ഈ ടൂറിസം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കേരളം പ്രയോജനപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് വലിയ ധാരണയില്ല. അതിൻ്റെ കാരണം, ധാരണയില്ലെന്ന് മാത്രമല്ല, കുറേ തെറ്റിദ്ധാരണകളുണ്ട് താനും. ടൂറിസം ഒരു പ്രദേശത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് ചിന്തിക്കണമെങ്കിൽ ടൂറിസത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള ഒരാൾ വേണം അഭിപ്രായം പറയാൻ. ടൂറിസം നമുക്കറിയാം, ട്രാവൽ ആൻഡ് ടൂറിസം എന്നത് ഏകദേശം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 വർഷം പഠിക്കാവുന്ന ഒരു കോഴ്സാണ്. ഡിഗ്രി കോഴ്സുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് ഗവേഷണം നടത്തുന്നവരുണ്ട്. അപ്പം നിങ്ങൾ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ സിംഗിൾ ഇൻഡസ്ട്രി. ഏറ്റവും അധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രധാന മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം. അതിനകത്ത് ടൂറിസം മാത്രമല്ല, ട്രാവലും വരും. അപ്പോൾ ആ ഇൻഡസ്ട്രി എന്താണ്, എങ്ങനെയാണ് അവിടെ ഒരു നാടിന് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ പണം ജനറേറ്റ് ചെയ്യുന്നത്, പണം അവിടേക്ക്, ആ നാട്ടിലേക്ക് വരുന്നത് എങ്ങനെയെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. നിർഭാഗ്യവശാൽ നമ്മുടെ ചിന്ത, നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ മരങ്ങാട്ടുപള്ളി ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാട്ടാക്കടയെക്കുറിച്ച് പറഞ്ഞാൽ, മരങ്ങാട്ടുപള്ളിക്കാരായ ഞങ്ങൾക്ക് അവധി ദിവസം കിട്ടിയാൽ, ഒരു 3 ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയാൽ, ഞങ്ങളെല്ലാവരും കൂടെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അവിടുന്ന് ഒരു 50 കിലോമീറ്റർ പോയാൽ എത്തുന്ന വാഗമണ്ണായിരിക്കാം, അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്റർ പോയാൽ എത്തുന്ന മൂന്നാറായിരിക്കാം. നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നു, നമ്മൾ കുടുംബാംഗങ്ങളെല്ലാം കൂടെ പോകുന്നു, അല്ലെ നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ കൂടി പോകുന്നു. കൂട്ടുകാരാണെങ്കിൽ പോകുന്ന കൂടെ ഒരു 5-6 കുപ്പി ബിയർ കരുതുന്നു, കുറച്ച് പോത്തിറച്ചി വറുത്തത് കയ്യിലെടുക്കുന്നു, ഈ പോകുന്ന വഴിക്ക് പാട്ട് പാടുന്നു, ആഘോഷിക്കുന്നു. അവിടെ ചെല്ലുന്നു കഴിഞ്ഞ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കലാപരിപാടികളിൽ മുഴുകുന്നു. കുറേ കാഴ്ച കാണുന്നു, കുറേ കാണുന്നില്ല, കുറച്ച് കാണാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം ഒരിടത്ത് തങ്ങി പിറ്റേ ദിവസം തിരിച്ചു വരുന്നു. ഇതാണ് ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം ആക്ടിവിറ്റി. എന്നാൽ യഥാർത്ഥത്തിൽ ടൂറിസം എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, കേരളത്തിന് വേണ്ട ടൂറിസം വളർച്ച എന്ന് പറയുന്നത് മലയാളികളല്ല ഇങ്ങനെ കള്ളുകുപ്പിയും ബിയറും കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഇറച്ചി പൊതിഞ്ഞു കെട്ടി യാത്ര ചെയ്യുന്നതിനല്ല ടൂറിസം എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട് അല്ലെ നമ്മുടെ നാട് കാണാൻ മറ്റൊരു നാട്ടിൽ നിന്ന് പണവുമായി ആളുകൾ ഇവിടെ വന്ന്
ആ പണം ഇവിടെ മുടക്കി നമ്മുടെ അത്ഭുതങ്ങൾ കാണുന്നതിന്, നമ്മുടെ സംസ്കാരം കാണുന്നതിന്, നമ്മുടെ കലകൾ ആസ്വദിക്കുന്നതിന്, നമ്മുടെ പ്രകൃതിയെ കാണുന്നതിന് ഒക്കെ അവൻ സമയം ചെലവഴിച്ച് ഇവിടെ താമസിച്ച് പണം മുടക്കി സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന ആ ആക്ടിവിറ്റിക്കാണ് ടൂറിസം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നതും ആദ്യം പറഞ്ഞതിനുള്ള വ്യത്യാസം, ഈ പ്രവർത്തനം വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ലോകത്തിലെ 196ഓളം രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ അവര് നാട്ടിലുണ്ടാക്കിയ പണവുമായിട്ട് ഇവിടേക്ക് വരുമ്പോൾ ആ പണം നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നു. ഇപ്പൊ ഒരു 10 മക്കളുള്ള ഒരു കുടുംബം, അച്ഛനും അമ്മയും 10 മക്കളുള്ള ഒരു കുടുംബം, അവരൊരു ചായക്കട നടത്തുന്നുണ്ടെന്നിരിക്കട്ടെ, ഒരു ലോക്കൽ ചായക്കട. എല്ലാ ദിവസവും രാവിലെ ദോശയും ചട്നിയും പലഹാരങ്ങളും ഉണ്ടാക്കി വെക്കും. ഈ മക്കളും അപ്പനും അമ്മയും കൂടി ഇരുന്ന് ആ ഉണ്ടാക്കിയത് മുഴുവൻ കഴിക്കും. ഗംഭീരമായിരിക്കുന്ന അഭിപ്രായം പറയും. വൈകിട്ട് കിടന്നുറങ്ങും. ചായക്കട മുമ്പോട്ട് പോവോ? ഇവര് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നാട്ടുകാർ വന്ന് ഭക്ഷണം കഴിക്കുകയും കാശി ചായക്കടയും കൊടുത്തെങ്കിലും ചെയ്തെങ്കിൽ കുടുംബം വളരുള്ളൂ. കേരളം വളരണമെങ്കിൽ മലയാളി ഇതിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നാട് കാണുകയും കൈയടിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ടൂറിസം ആക്ടിവിറ്റികളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പൊ രൂപപ്പെടുത്തുന്നത് പോലും പലതും നാട്ടുകാരെ സുഖിപ്പിക്കാനുള്ള പരിപാടികൾ മാത്രമായി പോകുന്നില്ലേ? മനസ്സിലായോ? ഇതാണ് ആ വ്യത്യാസം വരുത്തേണ്ടത്. 2, പണം മുടക്കേണ്ട ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക്, പണം വലിയ തോതിൽ മുടക്കുന്ന ടൂറിസ്റ്റുകൾ, അതായത് അഫ്ലുവന്റ് ആയ കാശ് മുടക്കാൻ കപ്പാസിറ്റി ഉള്ള ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരണമെങ്കിൽ തന്നെ വലിയ ടൂറിസ്റ്റ് ബാഹുല്യം, സ്വദേശി ടൂറിസ്റ്റുകളുടെ വലിയ ബാഹുല്യം ഇല്ലാത്ത സ്ഥലത്തെ അവർ വരൂ. അവർ വരുന്നത് ജനക്കൂട്ടം കൊണ്ട് നിറഞ്ഞ് മാലിന്യം നിറഞ്ഞ ഒരു മൂന്നാർ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് ഇവിടെ വരേണ്ട ഒരു കാര്യമില്ല. അവർ സ്വച്ഛതയും സ്വസ്ഥതയും അനുഭവിക്കാനും അവർ ശാന്തമായ കേരളത്തിന്റെ ഒരു പ്രകൃതി ആസ്വദിക്കാനും ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇപ്പോൾ ഉള്ള ഈ ജനക്കൂട്ട ടൂറിസം തന്നെ ഒരു തരത്തിൽ നമ്മുടെ ടൂറിസത്തിന് ദോഷം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ സ്വദേശി ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുമ്പോൾ കണക്കുകൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന ആ കണക്കുള്ള ഒരു സ്ഥലത്താണ്. വിദേശി ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു വരിക, അവർ വരുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് യഥാർത്ഥത്തിലുള്ളൊരു പ്രശ്നമാണ്. ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് പറ്റണം. സൊല്യൂഷൻ കണ്ടെത്താൻ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ വിദേശ ടൂറിസ്റ്റുകൾ, വിദേശി എന്ന് പറഞ്ഞാൽ അന്യ രാജ്യം തന്നെ വേണോ നിർബന്ധമില്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും മതി. അവർക്ക് വന്നാൽ അവർക്ക് സ്വസ്ഥമായി അവരുടേതായ രീതിയിൽ ജീവിതം ആസ്വദിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ അവർക്ക് ഡിമാർക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മുടെ ആളുകളെല്ലാം തിങ്ങി നിറഞ്ഞ ഒരു ബീച്ചിലേക്ക് ഏതെങ്കിലും ഒരു വിദേശി സൺബാത്തിന് ഇറങ്ങും തോന്നുന്നുണ്ടോ? ഇറങ്ങിയാലുള്ള അവസ്ഥ പിന്നീട് ഒരിക്കലും അവൻ സൺബാത്തിന് ഇറങ്ങാൻ സാധ്യതയില്ല എന്നുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ടൂറിസത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ മറ്റൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം വലിയ ദുരന്തമുണ്ടായ, വലിയ ആക്രമണം ഉണ്ടായ, തീവ്രവാദി ആക്രമണം ഉണ്ടായ കാശ്മീരിലൊന്നും ചെന്ന് നോക്കൂ. ഈ ടൂറിസ്റ്റ് എക്സ്പേർട്ടുകളിൽ ഒന്നും ഒരു കാശ്മീരിയെ നിങ്ങൾ കാണില്ല. അവിടെ കാശ്മീരി കുതിരയായിട്ട് വന്നിട്ടുണ്ടാവാം, ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വിൽക്കാനുള്ള സാധനങ്ങളുമായിട്ട് വന്നിട്ടുണ്ടാവാം. നാട് കാണാൻ വരുന്ന ടൂറിസ്റ്റുകളെ, കാശ്മീരികളെ അവിടെ കാണില്ല. അപ്പൊ ടൂറിസത്തിന്റെ ഒരു പ്രധാന, നമ്മൾ സർവീസ് പ്രൊവൈഡർ ആണോ അത് ആസ്വദിക്കുന്ന ആളാണോ നമ്മൾ തീരുമാനിക്കണം. അപ്പൊ ടൂറിസത്തിന് ഈ 2 ആംഗിൾ ഉണ്ട്. നമുക്ക് വേണ്ടത് കേരളം വളരണമെങ്കിൽ, ടൂറിസത്തിലൂടെ ഒരു ഇൻഡസ്ട്രി എന്ന രീതിയിൽ വളരണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന്, കേരളത്തിന് പുറത്തു നിന്നുള്ള പണം ഇവിടേക്ക് കൊണ്ടുവരുന്ന ആളുകളെ വേണം. അത് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന്, അതിന് മറ്റൊരു സംവിധാനം രൂപപ്പെടുത്തണം. ഇപ്പോൾ നമുക്ക് ചില രാജ്യങ്ങളിൽ, ഉദാഹരണത്തിന് വ്യത്യസ്തങ്ങളായ ഇവിടെ വിദേശ ടൂറിസ്റ്റുകൾ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെ, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സംസ്കാരമാണ്. ആ സംസ്കാരം സ്വസ്ഥമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ടൂറിസം വളരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചില ഉൾനാടൻ ജലപാതകളിലൂടെ, ഇപ്പൊ മൺട്രോത്തുരുത്തൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ ഉൾക്കനാലുകളിലൂടെ ഒരു ചെറുവള്ളത്തിൽ, ആ നാട്ടുകാരൻ തുഴയുന്ന ഒരു ചെറുവള്ളത്തിൽ സഞ്ചാരികൾ സഞ്ചരിക്കുകയും മണിക്കൂറുകൾ ഈ ഉൾനാടൻ ജീവിതം ആസ്വദിക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നു. അവർക്ക് ഈ പറഞ്ഞ ജനക്കൂട്ടത്തിന്റെ ശല്യമില്ല. അത്തരത്തിൽ റെസ്പോൺസിബിൾ ടൂറിസത്തിലൂടെ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. റെസ്പോൺസിബിൾ ടൂറിസത്തിനൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകൃതിയുമായിട്ട് ചേർന്നതായിരിക്കും. ഇത്തരം കലാസാംസ്കാരിക പ്രവർത്തനങ്ങളും മനുഷ്യന്റെ ജീവിതവും ആസ്വദിക്കാനുള്ളതായിരിക്കും. അതിനേതായാലും നമ്മുടെ നാട്ടുകാരെ കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്ക് വിദേശികളെ കൂടുതൽ കൊണ്ടുവരികയും
അത്തരം ആക്ടിവിറ്റികൾ നമ്മുടെ സാധ്യതയുള്ള എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടാവുകയും ആ ടൂറിസത്തെ മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യുകയും വേണം. അതിനുള്ള ശക്തമായൊരു മാറ്റം ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. തീർച്ചയായും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സന്തോഷ് ജോർജ് കുളങ്ങര ഞാനിപ്പോൾ അവസാനം ചോദിച്ചത് നമുക്കുള്ളൊരു ആശങ്കയാണ്. നമ്മുടെ ടൂറിസം മേഖലയിൽ വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പുതു പദ്ധതികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല എന്ന കാര്യം വസ്തുത തന്നെയാണ്. റിസൾട്ടിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നില്ല. നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പലതരത്തിലുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോഴേക്കും എന്തുകൊണ്ട് വിദേശ ടൂറിസ്റ്റുകൾ വരുന്നില്ല എന്നൊരു ചോദ്യം, അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്ക് ഉപദേശം നൽകുന്ന ഒരാളായതുകൊണ്ട് അത്തരം മാറ്റങ്ങളിലേക്ക് ഇതുമായി തീരുമാനമെടുക്കുന്നവർ വരട്ടെ എന്നുകൂടി നമുക്ക് പ്രത്യാശിക്കാം. നമുക്ക് നിരവധി ചോദ്യങ്ങളുണ്ടാകാം. ചോദ്യങ്ങളിലേക്ക് കൂടി പോകാമെന്ന് കരുതുന്നു. കാരണം അനുഭവങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ച അനുഭവങ്ങൾ, എനിക്കും അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ കാത്തിരിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നതാണ് കാരണം. നിരവധി വീഡിയോ റീൽസുകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയൊക്കെ തന്നെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വിവിധ അഭിമുഖങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് തന്നെ ഒരുപാട് കൗതുകങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടാകും. എനിക്ക് ഒരു ചോദ്യം പറയാം, പിന്നെ മറുപടി പറഞ്ഞാൽ മതിയാവും. കാരണം ഈ ലോകത്തിൻ്റെ ഓരോ തുരുത്തിലും സന്തോഷ് പോയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പോയപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത്, നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു റിമോട്ടായ ഒരു സ്ഥലത്ത്, അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു മലയാളി കാണില്ല എന്ന സ്ഥലത്ത് അപ്രതീക്ഷിതമായ ഒരു മലയാളിയെ കണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നതാണ്. നമ്മൾ ലോകത്തെവിടെയെങ്കിലും ഒരു പുളിമരം വീണാൽ അതിലൊരു ഇല വീഴുന്ന ഒരു മലയാളിയുടെ പുറത്തായിരിക്കും എന്ന് പറയാറുണ്ട്. അങ്ങനെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നതാണ് മലയാളി. അങ്ങനെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ സന്തോഷം അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ, പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന ഒരു കൗതുകം നിറഞ്ഞ ചോദ്യമുണ്ട്. നമുക്ക് മറ്റുള്ളവരിലേക്ക് ചോദ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. സർ, ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് സാർ സഞ്ചരിച്ചിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, വളരെ ലളിതമാണ്. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള അനുഭവങ്ങളെ തിരിച്ച് അവർക്ക് എത്തിക്കാൻ സാറിന് എന്തെങ്കിലും കഴിയുമോ? വലിയ കൗതുകം ഉണ്ടാവും. അങ്ങനെയുള്ള ഭാഗങ്ങളെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് ആരെ കൊണ്ട് ചെയ്യാൻ, എങ്ങനെ ചെയ്യിക്കാൻ കഴിയും എന്ന ഒരു ലളിതമായ ചോദ്യമാണ് എനിക്ക്. മറിച്ച് നമ്മളെ കേരളത്തിൻ്റെ സാറ് പറഞ്ഞ തിരക്കേറിയ സ്ഥലങ്ങളിൽ നിന്നും മറ്റ് ആളുകളെ എത്തിക്കാനും, അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണ രീതികളുണ്ട്. നമ്മളെ ഭക്ഷണ രീതി മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് എങ്ങനെ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടി സാർ പറഞ്ഞ കൊള്ളായിരിക്കും. ഇന്നത്തെ കാലത്ത് ഒരു നാട്ടിൽ യഥാർത്ഥ അത്ഭുതമുണ്ടെങ്കിൽ അത് ലോകത്തെ അറിയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അത് ലോകം കാണേണ്ടതാണെങ്കിൽ അത് ലോകം കാണാനുള്ള എല്ലാ സാധ്യതയും ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. നിങ്ങൾക്കറിയാം, വളരെ വ്യത്യസ്തമായ ഒരു ചെറിയ റീല് പോലും ലോകം മുഴുവൻ മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് കിട്ടുന്ന പരിപാടികളായി മാറുന്നു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണോ അതെന്ന് അറിയാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, അത് നന്നായിട്ട് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലൊന്ന് ഇട്ട് നോക്കുക. മനുഷ്യൻ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മനുഷ്യൻ കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ലോകത്തെ അത് അത്ഭുതപ്പെടുത്തുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ റീൽസ് അല്ലെങ്കിൽ മറ്റ് ഫേസ്ബുക്കിലൊക്കെ റീൽസൊക്കെ ചെയ്യുന്ന ആളുകൾക്കറിയാം ഏതുതരം വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉണ്ടാകുക എന്നത്. അതിന് യുണീക്ക്നെസ് ഉണ്ടാവണം, സാധാരണമല്ലാത്ത ഒന്ന്. അങ്ങ് പറഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ. ലോകത്ത് ഏറ്റവും കൂടുതലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം തന്നെയാണ്. കാരണം ലോകത്ത് എവിടെ മഴ പെയ്താലും എവിടെ നദി ഉണ്ടെങ്കിലും അതിനൊക്കെ വെള്ളച്ചാട്ടം ഉണ്ടാവും. ഈ വെള്ളച്ചാട്ടം വ്യത്യസ്തമാകുമ്പോഴാണ് അത് കാണാൻ വേറൊരാൾക്ക് കാശ് മുടക്കി ഇവിടെ വരണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മുടെ ഏറ്റവും അടുത്ത അയൽ രാജ്യത്തു നിന്ന് പോലും ഇവിടെ എത്തണമെങ്കിൽ 10,000 രൂപയുടെ പൈസ മുടക്കണം. അപ്പോൾ ഒരു യൂറോപ്യൻ കേരളത്തിൽ വന്ന് കാഴ്ച കണ്ട് തിരിച്ചു പോകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വ്യക്തി 2 ലക്ഷം രൂപ മുടക്കണം. 2 ലക്ഷം രൂപ മുടക്കിയിട്ട് വന്ന് സമയവും കളഞ്ഞിട്ട് പോകാനുള്ള സാധനം ഉണ്ടോ നമ്മുടെ നാട്ടിലെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 ലക്ഷം രൂപ ഒരാൾ മുടക്കുമോ ഇതിനു വേണ്ടി? അപ്പോൾ അതാണ് ടൂറിസത്തിൻ്റെ യഥാർത്ഥ കാര്യം. ഇപ്പം ഞാൻ ഒരു 2 ലക്ഷം രൂപ മുടക്കി മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ അതിന് വർത്താണോ അതെന്ന് ഞാൻ പഠിക്കും. ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. അപ്പം ആരാണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഓരോ നാട്ടിലെയും ആളുകൾക്ക് ഇനി ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, സ്വന്തം നാടിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ വീഡിയോ എടുത്ത് അത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് അത് യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇട്ട് കഴിഞ്ഞാൽ
തീർച്ചയായും ലോകം അതിലേക്ക് എത്തും. കാരണം ഭാഷ ഇതിനൊരു വിഷയമല്ല, അതിനകത്തൊരു വിവരണം പോലും വേണമെന്നില്ല. ഒരു 2 സെൻറ്റൻസുകളിൽ സബ്ടൈറ്റിലുകൾ കൊടുത്താൽ പോലും കാഴ്ചയുടെ അത്ഭുതങ്ങൾ ലോകത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. അപ്പം ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനോ അല്ലെങ്കിൽ ലോകത്തെ കാണിക്കാനോ ഇന്ന് അതൊരു തടസ്സമല്ല. സാർ, എൻ്റെ പേര് മോഹൻലാൽ. ഞാൻ അദ്ദേഹത്തെ സാറിനെ പ്രത്യേക അഭിനന്ദനം അർപ്പിക്കുകയാണ്. രണ്ടാമത്, നമ്മുടെ നാട്ടിലെ നെയ്യാടം നമ്മുടെ അടുത്ത പ്രദേശമാണ്. അവിടെ ഒരു സഫാരി പാർക്ക് ഉണ്ടായിരുന്നു. സാർ ഒരു പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ കൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ സ്ഥാപനം സർക്കാരിന് ഏകദേശം 1.5 കോടി രൂപ വരുമാനം ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. പക്ഷേ ഇന്നത് പൂട്ടിയിട്ട് ഒരു 3-4 വർഷമായി. അതിനെ റീ ഓപ്പൺ ചെയ്യാനുള്ള എന്തെങ്കിലും പദ്ധതികൾ പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നയപരമായ പല കാരണങ്ങളുണ്ട്. 2, ഈ വൈൽഡ് ലൈഫ് ആക്റ്റുകൾ പല ഘട്ടത്തിലും വളരെ കർശനമായ ഉപാധികളോടെ നടപ്പാക്കി വരികയാണ് സംസ്ഥാനങ്ങളിൽ. മൃഗശാലകൾ അത് നടത്തുന്നതിനൊക്കെ വൈൽഡ് ലൈഫ് നിയമങ്ങൾ ബാധകമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യത്തിൽ പ്ലാനിംഗ് ബോർഡ് മെമ്പേഴ്സ് ഇത്തരം ചില സജഷൻസ് മുന്നോട്ട് വയ്ക്കാറുണ്ട്. ഈ കാര്യം തീർച്ചയായിട്ടും ഇത്തരം പ്ലാനിംഗ് ബോർഡ് മീറ്റിങ്ങുകളിൽ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളതാണ്. പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില തടസ്സങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് കൃത്യമായിട്ട് ഇപ്പോൾ ഇത് നടപ്പാകുമോ ഇല്ലയോ എന്നൊരു ഉത്തരം പറയാൻ ഉള്ള കപ്പാസിറ്റി എനിക്കില്ല. നമസ്കാരം. സഞ്ചാരത്തിൻ്റെ പല എപ്പിസോഡുകളും കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ചോദ്യം, ഈ പോകുന്ന പ്രദേശങ്ങളിലെ ഭാഷ, വ്യത്യസ്തമായ തീരെ നമ്മളായിട്ട് അപരിചിതമായ ഭാഷ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഭാഷ തീർച്ചയായിട്ടും പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ചില നാടുകളിൽ ഇംഗ്ലീഷ് തീരെ മനസ്സിലാകാത്ത ആളുകളെയാണ് നമ്മൾ കണ്ടുമുട്ടേണ്ടി വരിക. അവിടെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പലതിനും ചില തടസ്സം ഉണ്ടാകും. പക്ഷേ യാത്രയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ നന്നായിട്ട് പോകേണ്ട സ്ഥലങ്ങൾ, അതിൻ്റെ ലൊക്കേഷൻ മുതലായ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ഓരോ ദിവസവും എവിടെ പോകണം, എന്ത് ഷൂട്ട് ചെയ്യണം, അത് കഴിഞ്ഞ് അടുത്തത് എവിടേക്ക് പോകണം എന്നൊക്കെ കൃത്യമായൊരു പദ്ധതിയോടുകൂടി പോകുന്നത് കൊണ്ട് തന്നെ ഇത് നേരത്തെ തയ്യാറാക്കി ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ അല്ലെങ്കിൽ അവിടെ എനിക്ക് കോണ്ടാക്റ്റ് കിട്ടിയ ചില വ്യക്തികളൊക്കെ ആയിട്ട് ഈ ഷൂട്ടിന് മുമ്പ് തന്നെ ഇരുന്ന് ഡിസ്കഷൻ നടത്തി എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ എനിക്ക് നേരിടാറില്ല. പക്ഷേ സാധാരണക്കാരുമായി അവിടുത്തെ നാട്ടുകാരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം യാത്രകളിൽ പലപ്പോഴും സഞ്ചാരത്തിൽ ആ പ്രാദേശിക ജനങ്ങളുമായിട്ടുള്ള ആഭിമുഖ്യങ്ങൾ, ഇൻട്രാക്ഷൻസ് കുറച്ച് കുറഞ്ഞു പോകാനുള്ള ഒരു പ്രധാന കാരണം ഈ ഭാഷയുടെ തടസ്സം തന്നെയാണ് പലപ്പോഴും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആശയവിനിമയം പലപ്പോഴും അതിലെ ഡ്രൈവർമാർ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ലോക്കൽ ടൂർ ഗൈഡ് ഇങ്ങനെയൊക്കെയുള്ളവരുമായിട്ട് പരിമിതപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അതൊരു തടസ്സം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഭാഷ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഒരു രാജ്യത്തേക്കും പോകാതിരുന്നിട്ടില്ല, പോയ ഒരു രാജ്യത്തും ചിത്രീകരണം നടക്കാതെ വന്നിട്ടുമില്ല. സാർ, എൻ്റെ പേര് അനന്യ എന്നാണ്. ഞാൻ പഠിച്ചത് പുരാവസ്തു ഗവേഷണമാണ്. അപ്പോൾ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ എനിക്കുള്ള ഒരാഗ്രഹമായിരുന്നു ഈ മോഹൻജദാരോ അതുപോലെ ഗ്രേറ്റ് ബാത്ത് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണണമെന്ന്. അപ്പോൾ ഒരു ഇന്ത്യൻ എന്നുള്ള നിലയിൽ ആ സ്വപ്നം ഇപ്പം ഓരോ ദിവസവും അത് വിദൂരമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറിനും ഇതുവരെ പാകിസ്ഥാൻ കാണാൻ പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഒരു യാത്രികൻ എന്നുള്ള രീതിയിൽ ഒരു യാത്രക്കാരൻ്റെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് എങ്ങനെ ബാധിക്കുന്നു എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞത് വളരെ വാസ്തവമായ കാര്യം തന്നെയാണ്. പാകിസ്ഥാൻ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വേണേൽ എനിക്ക് അഭിമാനിക്കാം. അതിർത്തിയിൽ നിന്ന്, വാഗയിൽ നിന്ന്, അല്ലെങ്കിൽ അതുപോലെ രാജസ്ഥാനിലെ പല സ്ഥലങ്ങളിൽ നിന്ന് അപ്പുറേ പാകിസ്ഥാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാനിലേക്ക് കാലുകുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് തീർച്ചയായിട്ടും നമുക്കറിയാം, ഇതൊന്നും മനുഷ്യൻ ആഗ്രഹിക്കുന്ന വേർതിരിവുകളല്ലല്ലോ. ആ അതിർത്തിക്ക് അപ്പുറമുള്ള മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പുറത്തുനിന്ന് കാലുകുത്താൻ. അപ്പം മനുഷ്യരെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തേണ്ടത് രാഷ്ട്രീയത്തിൻ്റെയോ മറ്റോ ഒരാവശ്യവും കൂടിയാണ്.
പല രാജ്യങ്ങളിലും ജനങ്ങളല്ല പലപ്പോഴും ശത്രുക്കൾ, ഭരണാധികാരികളാണ് ശത്രുക്കളായി മാറുന്നത്. ഭരണാധികാരികൾ നമ്മളെ ശത്രുക്കളാക്കുന്നതാണ്. എത്രയോ ഗ്രാമങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളുടെ അതിർത്തികളിൽ ഗ്രാമീണർ യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇപ്പോൾ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ അവിടെ അതിർത്തിയേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രണ്ട് രാജ്യങ്ങളിലെ ആ അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളിലെയും ഭരണാധികാരികൾക്ക് വേറെ ഒത്തിരി താല്പര്യങ്ങളുണ്ട്. അവിടെ അഴിമതിക്കും കാശെടുത്ത് അടിച്ചു മാറ്റാനുമുള്ള ഒത്തിരി സാധ്യതകളുള്ളത് കൊണ്ട് ഇവർ അയൽ രാജ്യങ്ങളിലുള്ള വഴക്കിലും തർക്കത്തിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർ ഏകാധിപതികളായി വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരൊരു പ്രതിപക്ഷത്തെ ഭയപ്പെടുന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിർത്തിയൊക്കെ തുറന്നു കിടക്കുകയാണ്. ഞാനൊരിക്കൽ ഉഗാണ്ടയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഉഗാണ്ടയുടെയും കോങ്കോയുടെയും ബോർഡറിൽ പോയി. അവിടെ ഉഗാണ്ടക്കാര് സാധനം വാങ്ങാൻ രാവിലെ ഏറ്റുപോകുന്നത് കോങ്കോയിലെ ചന്തയിലാണ്. കോങ്കോക്കാരെ എണ്ണ വാങ്ങാൻ, ഭക്ഷ്യ എണ്ണ വാങ്ങാൻ വേണ്ടി വരുന്നത്, കാരണം അവിടെ വില വളരെ കൂടുതലാണ്. ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഉന്തുവണ്ടിയുമായിട്ട് ഉഗാണ്ടയിലേക്ക് വരും. കാര്യം എണ്ണ ഈ രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തേക്ക് കടക്കുമ്പോൾ ടാക്സ് ഉണ്ടെന്നാണ് വൈപ്പ്. ടാക്സും പരിശോധനകളും എല്ലാം നടക്കുന്നത് വാഹനങ്ങൾക്കാണ്. മരം കൊണ്ടുണ്ടാക്കിയ ഉന്തുവണ്ടിയെ മരമായിട്ട് അവർ കൂട്ടിയിട്ടില്ല, സർക്കാർ വാഹനമായിട്ട് കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ നാട്ടുകാരെല്ലാം രാവിലെ ഏറ്റു കഴിഞ്ഞാൽ ഈ ഉന്തുവണ്ടിയും വലിയ കന്നാസുമായിട്ട് ഇപ്പുറത്തോട്ട് വരും, എണ്ണ നിറയ്ക്കും, തിരിച്ചങ്ങോട്ട് പോകും, ഭക്ഷണം കഴിക്കും, അടുത്ത ട്രിപ്പ് ഇങ്ങോട്ട് അടിക്കും. അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ മരവണ്ടിയിൽ ഈ എണ്ണ കടത്താണ് അവിടുത്തെ ജോലി. ഗവൺമെൻറ്റിന് ഇതൊന്നും വലിയ താല്പര്യമില്ല. താല്പര്യമുള്ള വേറെ ഒത്തിരി കാര്യങ്ങൾ, അവിടുത്തെ വനം വെട്ടിവിൽക്കുക, എങ്ങനെ അവിടുത്തെ വേറെ അഴിമതിയുടെ സാധ്യതകൾ തേടി പിടിക്കുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ രാഷ്ട്രീയമാണ് പലപ്പോഴും നമ്മളെ ശത്രുക്കളെ സൃഷ്ടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് എന്താണ് പാകിസ്ഥാൻകാരോട് ശത്രുത? പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് എന്താണ് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരനോട് ശത്രുത? ഇന്ത്യയിൽ ടൂറിസ്റ്റായിട്ട് ചെന്ന ഒരാളെ വെടിവെച്ച് കൊല്ലണമെന്ന് ഏത് പാകിസ്ഥാനിലെ സാധാരണക്കാരനാണ് ആഗ്രഹം? അവിടെ ഇരുന്ന് ഇതിൻ്റെ പേരിൽ വേദനിക്കുന്ന എത്രയോ സാധാരണക്കാരായ പാകിസ്ഥാൻകാരുണ്ടാവാം. സാധാരണ കർഷകരായ, അർത്ഥപട്ടിണിക്കാരായ, ജീവിക്കാൻ കഷ്ടപ്പെടുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ എന്താണ് ഒരു ഇന്ത്യൻകാരനെ വെടിവെച്ച് കൊന്നിട്ട് അവനെന്താണ് ആവശ്യം? അതാവശ്യമുള്ള ആളുകളുണ്ട്. അതിലൂടെ അടുത്ത കുറേ നാളുകളിലേക്ക് സജീവമായി മറ്റ് ചിന്തകളിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഭരണകൂടങ്ങളുണ്ട്. അവർക്കാണ് ഇതിൻ്റെ ആവശ്യം. നമസ്കാരം, എൻ്റെ പേര് അനു. സത്യം പറഞ്ഞാൽ സാറിനോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് എഴുന്നേറ്റിരിക്കുന്നത്, പ്രത്യേകിച്ചൊരു ചോദ്യമില്ല. ഭയങ്കര സന്തോഷം. ഞാൻ സാറിൻ്റെ ആരാധകൻ എന്നതിലുപരി ഡൈഹാർട്ട് ഫാൻ ഓഫ് സഫാരി TV. 2 ചോദ്യം ചോദിക്കാം. ഒന്ന്, ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പ് എന്ന പ്രോഗ്രാം ഇത്രത്തോളം വിജയിക്കുമെന്ന് സാർ വിചാരിച്ചിരുന്നു? രണ്ടാമതൊരു ചോദ്യം, മലയാളികളെ യാത്ര ചെയ്യാൻ പഠിപ്പിച്ച സാറാണ്. ഞാനൊക്കെ ഒരു 90s കിഡ്സാണ്. ഇപ്പോഴത്തെ പുതിയ ഒരുപാട് വ്ളോഗർമാരും യൂട്യൂബർമാരും ചെയ്ത് യൂട്യൂബിൽ കാണിക്കുന്ന കോപ്രായങ്ങളും റീസെൻ്റായിട്ട് ഒരു വിഷയങ്ങളെല്ലാം സാർ അറിഞ്ഞാണ്. അത്തരം ഒരു ഹിച്ച് ഹൈക്കിംഗ് ആയാലും അത്തരം വ്ളോഗർമാർ കാണിക്കുന്ന പരിപാടികളോട് സാറിൻ്റെ അഭിപ്രായം എന്താണ്? സാറിനോട് സംസാരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഈ സഞ്ചാരിയുടെ ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞ പരിപാടി ശരിക്കും സഫാരി ചാനൽ ആരംഭിക്കുമ്പോൾ സഞ്ചാരം പോലുള്ള 2-3 പരിപാടികൾ കൂടി ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അന്ന് അത്തരമൊരു ട്രാവലോഗ് ഇന്ത്യക്കകത്തൂടെ യാത്ര ചെയ്ത് ചിത്രീകരിച്ച് കൊണ്ടുവരാൻ അന്ന് ഇത്തരം ചെറിയ അതിൽ ട്രാവലോഗുകൾ ചെയ്തു തുടങ്ങിയിരുന്ന ഒരാളെ ചുമതലപ്പെടുത്തി. പക്ഷേ അവരതിന് വളരെ വലിയൊരു തുക പ്രതിഫലമായിട്ട് ചോദിച്ചു. അപ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം സഫാരി ചാനൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതിന് യാത്രക്കൂലിയും അവർക്കൊരു എപ്പിസോഡിന് ഇത്ര പൈസ എന്നുള്ള രീതി ഫിക്സ് ചെയ്തു. പക്ഷേ അതിനപ്പുറമുള്ളൊരു തുക അവർ ആവശ്യപ്പെടുകയും അവർ ചെയ്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ തിരിച്ചു വരാതാകുകയും ചെയ്തു. സംപ്രേഷണം ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നു അവരിതിൽ താല്പര്യമില്ല ഇത് ചെയ്യാൻ. അപ്പോൾ ആ പ്രോഗ്രാമിന് വേണ്ടിയുള്ളൊരു സ്ലോട്ട് ശനിയാഴ്ച രാത്രി 10 മണിക്ക് ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ശനിയാഴ്ച രാത്രി എന്ന് പറയുന്നത് പ്രൈം ടൈമാണ്. ബാക്കി ദിവസങ്ങളിൽ സഞ്ചാരവുമുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് സൊല്യൂഷൻസ് പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറമാന്മാരോട് പറഞ്ഞൊരു കാര്യം ചെയ്യൂ, ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ മുമ്പിൽ ഒരു പാലമരമുണ്ട്. ഈ പാലമരം താഴെ നിന്ന് വളർന്നു വന്നിട്ട്
ഞങ്ങളുടെ സ്റ്റുഡിയോ ഫ്ലോറിൻ്റെ മുകളിൽ എത്തുമ്പോഴേക്കുമാണ് അതിൻ്റെ മരത്തിൽ ഇലകളൊക്കെ ആയിട്ട് വിസ്തൃതമായി നിൽക്കുന്ന ആ ഭാഗം. അപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ ടെറസിലേക്ക് 2 കസേര കൊണ്ടുപോയിടാൻ പറഞ്ഞു. അത്യാവശ്യം ലൈറ്റപ്പ് ചെയ്യാൻ പറഞ്ഞു. ഈ മരത്തിന് നന്നായിട്ട് ലൈറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ പണ്ട് കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പ് നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന 2 ടെൻ്റ് അവിടെ ഇരിപ്പുണ്ട്, അത് വലിച്ചു കെട്ടാൻ പറഞ്ഞു. എൻ്റെ സുഹൃത്ത് BR പ്രസാദിനെ പെട്ടെന്ന് വിളിച്ചു വരുത്തി. ക്യാമറയിൽ ഞങ്ങൾ 2 പേരും ഇരുന്നു. പ്രസാദിനോട് പറഞ്ഞു, പ്രസാദേ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക സഞ്ചാരത്തെ സംബന്ധിച്ച്, ഞാൻ ഉത്തരം പറയാം. അങ്ങനെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ആരംഭിച്ച പരിപാടിയാണ് സഞ്ചാരിയുടെ എയർക്കുറിപ്പുകൾ. അപ്പോൾ അത് ആദ്യത്തെ എപ്പിസോഡ് മുതൽ ആളുകൾ സ്വീകരിച്ചൊരു പരിപാടിയായി. പിന്നീട് അത് ഇപ്പോൾ ഏതാണ്ട് 550-600ഓളം എപ്പിസോഡുകളായിട്ട് സഫാരി തുടങ്ങിയ കാലം മുതൽ 10-12 വർഷമായിട്ട് തുടരുന്നു, ആഴ്ചയിലൊന്ന്. അപ്പം നമുക്ക് ഈ ടെലിവിഷൻ ചാനൽ ഈ സഫാരി എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ഉത്തരം. പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഇല്ലാത്തതുകൊണ്ടല്ല. ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൊല്യൂഷൻസ് സഫാരിയിലെ പുതിയ പരിപാടികളായി, പുതിയ ആശയങ്ങളായി രൂപം കൊള്ളുന്നു. അത് ആളുകൾ ഇഷ്ടപ്പെടുന്ന പരിപാടിയാക്കാൻ ഞങ്ങളെല്ലാവരും കഠിനമായി ശ്രമിക്കുന്നു. അതാണ് കാര്യം. പുതിയ കാല വ്ളോഗേഴ്സ് ഈ കാലഘട്ടങ്ങൾ മാറുന്നതിനെ ഞാൻ എപ്പോഴും അംഗീകരിക്കുന്ന ഒരാളാണ്. പുതിയ കാലഘട്ടത്തിൽ വ്ളോഗർമാർക്ക് ജനസ്വീകാര്യത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മാറിയ കാലഘട്ടത്തിൻ്റെ വികാരമായിട്ടും ഞാൻ അതിനെ അംഗീകരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സാഹിത്യം എഴുതിയിരുന്ന കാലത്തെ സാഹിത്യമാണോ ശ്രീ മുരുകൻ കാട്ടാക്കട സാഹിത്യം എഴുതുമ്പോൾ ഉണ്ടാകുന്നത്? 1 നൂറ്റാണ്ട് മുമ്പത്തെ കവിതാ രചനാ ശൈലിയാണോ ഇന്നത്തെ കവികൾ അവലംബിക്കുന്നത്? അല്ല. അത് ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളതൊക്കെ കുറച്ചേറെ അകലേക്ക് മാറുമെന്ന് ചിന്തിക്കേണ്ടതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ശേഷം വന്ന യാത്രികരും വ്ളോഗേഴ്സും ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഏതോ ഒരു പൊട്ടക്കിണറ്റിലെ തവളയാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള കാരണം തന്നെയാവും. ഇതിനെ ഈ വ്ളോഗേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളെ റിഫൈൻ ചെയ്യേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനെ കുറെ കൂടി അച്ചടക്കമുള്ളതും കുറച്ചുകൂടെ പ്രൊഫഷണലും ഒക്കെ ആക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ എന്തും ജനകീയമാകുന്നുണ്ടെങ്കിൽ, ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിലെവിടെയോ ചില നന്മയുടെ അംശങ്ങൾ അല്ലെങ്കിൽ ഭാവി തലമുറ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിലുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ പുതിയ മാറ്റങ്ങളെ, ഏതു മാറ്റത്തെയും ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അത് റിഫൈൻഡ് ആവാനുണ്ട്, അത്രയേ ഉള്ളൂ. ശ്രീ സന്തോഷ് ജോർജ്, ഒരു കാര്യം, അതായത് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിച്ചു, നമ്മുടെ ടൂറിസം സെക്ഷനെ കുറിച്ച് ചോദിച്ചു, നമ്മുടെ ടൂറിസത്തിൻ്റെ അടുത്ത സാധ്യതകൾ ചോദിച്ചു. അങ്ങ് ലോകസഞ്ചാരത്തിൻ്റെ ഈ അനുഭവങ്ങൾ വച്ചിട്ട് അങ്ങ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുന്ന, നമുക്ക് വിൽക്കാൻ, ഞാൻ കുറച്ചുകൂടി ഓപ്പണായി പറഞ്ഞാൽ നമുക്ക് വിൽക്കാൻ കഴിയുന്ന ഏത് മേഖലയിലായിരിക്കും നമ്മൾ ഇനി ശ്രദ്ധ പുലർത്തേണ്ടത്? നമ്മൾ ആൾക്കൂട്ടം ടൂറിസത്തിൻ്റെ പ്രതിസന്ധി പറഞ്ഞു. വിദേശത്ത് ഉള്ള ഒരു ടൂറിസ്റ്റുടെ മനസ്സ് അതിനൊപ്പമല്ല എന്ന് അങ്ങയുടെ അനുഭവത്തിൽ എന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ ആയുർവേദം പോലെയുള്ള സംവിധാനമുണ്ട്. നമ്മുടെ ഈ ട്രൈബൽ പോലെയുള്ള നമ്മൾ വനത്തിലേക്കൊക്കെയുള്ള പ്രത്യേകതയുള്ള യാത്രകൾ, അവരുടെ അനുഭവങ്ങൾ, അങ്ങ് പറഞ്ഞ തുരുത്തുകൾ, കായൽ ടൂറിസം, കായലോര ടൂറിസം ഒക്കെ ഉണ്ട്. ഒപ്പം തന്നെ കവി കൂടി ഇവിടെ ഇപ്പോൾ ഉണ്ട്. നമ്മുടെ സാംസ്കാരിക വൈവിധ്യം ഇപ്പം തന്നെ ടൂറിസം വകുപ്പും സാംസ്കാരിക വകുപ്പും ഒന്നിച്ച് ചേർന്നിട്ട് നമ്മുടെ KSRTCയുടെ ഒപ്പമാണ് ചേർന്നിട്ട് ഒരു സാംസ്കാരിക നഗരിയിലേക്ക് ഒരു യാത്ര അവിടെ വള്ളത്തിലോ ബോട്ടിലോ കൊണ്ടുപോകുന്നു. മൺട്രോ തുരുത്തൊക്കെ അവിടെ ഇതിലുണ്ട്. അതൊക്കെ അങ്ങയുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുള്ളതായിരിക്കും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി നമുക്ക് എങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം, കേരളത്തിൽ എങ്ങനെ വിൽക്കാം, നമുക്ക് എങ്ങനെ മൂലധനം സമാഹരിക്കാം, ടൂറിസം മേഖലയിലെ സാധ്യത, അങ്ങയുടെ വിഷൻ എന്താണ്? ടൂറിസം മേഖലയിലേക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരിക മാത്രമാണ് ഒരു മാർഗം. ഗവൺമെൻറ് മാർഗനിർദ്ദേശങ്ങൾ നൽകി, നിയമങ്ങളുണ്ടാക്കി അത് നടപ്പാകുന്നെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഏജൻസിയായി മാത്രം മാറി നിന്ന് സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി അവരുടെ പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് വിദേശികളെ ആകർഷിച്ച് കേരളത്തിലേക്ക് പണം കൊണ്ടുവരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ പറയുന്നു, ടൂറിസത്തിൽ വേണ്ടി വന്നാൽ 2 നിയമം തന്നെ നടപ്പാക്കണം. വിദേശികൾക്ക് വേണ്ടി ഒരു നിയമവും ടൂറിസം നിയമവും, സ്വദേശികൾക്ക് വേണ്ടി വേറൊരു ടൂറിസം നിയമവും. ഉദാഹരണം പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു വിവാദമാകാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ 1-ാം തീയതി മദ്യം ഇല്ല എന്നുള്ള ഒരു പോളിസി നമുക്കുണ്ട്. ഇത്
ജപ്പാനിൽ നിന്നോ UK നിന്നോ 2 ദിവസത്തെ അവധിക്ക് വരുന്ന ഒരു സായിപ്പിന് എന്തിനു ബാധകമാക്കണം? ആ നടപ്പാക്കിയതിൻ്റെ ഉദ്ദേശം നമ്മുടെ നാട്ടിലെ ദരിദ്രരെ, നമ്മുടെ നാട്ടിലെ പ്രത്യേക സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടാണ്. വിദേശ പാസ്പോർട്ടുള്ള ഒരാൾക്ക് ആ ദിവസം മദ്യം കൊടുക്കേണ്ടതാണ്. കാരണം അവൻ 2 ദിവസത്തേക്കായിരിക്കും വരുന്നത് നിർഭാഗ്യവശാൽ 31-ാം തീയതി വൈകിട്ടായിരിക്കും. അവൻ തിരിച്ചു പോകുന്ന കഷ്ടകാലത്തിന് 2-ാം തീയതി രാവിലെ ആയിരിക്കും. ഈ 1-ാം തീയതി ലോകത്ത് മദ്യക്കടകൾ അടച്ചിട്ടിരിക്കുന്ന ലോകത്ത് ഒരു സ്ഥലവും കാണില്ല. അവൻ നിന്നെ നാട്ടിൽ ചെന്നിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വിടുവോ? ഹർത്താലിൻ്റെ ഒരു കാലത്ത് ഇതായിരുന്നു പ്രശ്നം. ഇപ്പൊ ദൈവാനുഗ്രഹത്താൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സാമൂഹ്യ സംവിധാനങ്ങൾ ഉണർന്നതോടുകൂടി, ജനങ്ങൾ പ്രബുദ്ധരായതോടുകൂടി നിരന്തരം ഈ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്ന പരിപാടി വേണ്ടെന്ന് വെച്ചു. മനുഷ്യന് ബോധം വന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ ടൂറിസത്തിൽ നമ്മളൊരു ഇൻഡസ്ട്രി ആരംഭിക്കുമ്പോൾ ആരാണ് അതിൻ്റെ കസ്റ്റമർ എന്ന് തീരുമാനിക്കണം. ഏത് വ്യവസായത്തിലും കസ്റ്റമർക്ക് പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിൽ, കസ്റ്റമറെ മനസ്സിൽ കണ്ട് നമ്മളിത് പ്ലാൻ ചെയ്തില്ലെങ്കിൽ, ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇവിടെ എത്തുന്ന ഒരു കസ്റ്റമർക്ക് ദുരനുഭവം ഉണ്ടാക്കുന്നെങ്കിൽ ആ നിയമത്തെ പൊളിച്ചെഴുതു തന്നെ വേണം. അവിടെ എന്നിട്ട് നിയമം നാട്ടുകാർക്ക് നടപ്പാക്കൂ. അപ്പൊ ഇങ്ങനെ ഈ നിയമങ്ങൾ കാലാനുസൃതവും യുക്തിഭദ്രവുമാക്കി മാറ്റണം. ഇങ്ങനെ ഒരു കാര്യം, ഒരു അഭിപ്രായം വന്നാൽ ഉടനെ തന്നെ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം തന്നെ ഒരു ഗവൺമെന്റിലെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും വലിയ മദ്യപാനികൾ പോലും അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തിറങ്ങും, അല്ലേ? അതിന്റെ അടിയിൽ കമന്റ് ഇടുക, സർക്കാർ ഇതാ കള്ളു വിറ്റ് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും. ആ കമന്റ് ഇടുന്ന ആരായിരിക്കും? 24 മണിക്കൂറും വെള്ളത്തിൽ നിൽക്കുന്ന ഒരാളും ആയിരിക്കും. അപ്പൊ ഈ ഹിപ്പോക്രസി എന്ന് പറയുന്നത് കുറച്ചു വെച്ചാൽ തന്നെ കേരളം രക്ഷപ്പെടുമെന്നാണ് എൻ്റെ ഒരു പൊതുവായ വിലയിരുത്തൽ. അതിനൊപ്പം തന്നെ വിവാദത്തിന് വേണ്ടിയല്ല, ഞാനന്ന് ഇതേ ചോദ്യം അങ്ങയോട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. നമുക്ക് ടൂറിസ്റ്റുകൾക്ക് ഇവിടെ എത്താൻ അവർക്ക് പുതിയ മാർഗങ്ങൾ, അവർക്ക് അടിസ്ഥാന സൗകര്യമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ, അതിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞു, ഈ പറയുന്ന സിംഗപ്പൂരിലെ വൃത്തി കാണൂ, നോക്കൂ, അവിടെ പോയി ആ നഗരം കാണൂ എന്ന് പറയുന്ന ആൾ തന്നെ റോഡിലേക്ക് ചവർ വലിച്ചെറിയുകയും ചെയ്യും. അയാൾ സോഷ്യൽ മീഡിയയിൽ എഴുതും, നിങ്ങൾ ഈ കേരളമല്ല, നിങ്ങൾ സിംഗപ്പൂരിൽ നോക്കൂ, അവിടെ എങ്ങനെയാണ് ഡിസിപ്ലിൻ, ഗതാഗത സൗകര്യങ്ങളെ സംബന്ധിച്ച് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന ഇംഗ്ലണ്ടിനെ നോക്കൂ, ജപ്പാനെ നോക്കൂ എന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷേ എന്നാൽ ഇത് ലംഘിക്കുകയും ചെയ്യും. ഇങ്ങനെ മലയാളിയെ സംബന്ധിച്ചൊരു ദ്വന്ദ്വ വ്യക്തിത്വം എപ്പോഴും സൂക്ഷിക്കുന്നതാണ്. സോഷ്യൽ ലൈഫിൽ ഒരു അഭിപ്രായം പറയുകയും വ്യക്തിപരമായ ജീവിതത്തിൽ വേറൊരു ജീവിത രീതി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വലിയൊരു വിവാദം ഉണ്ടായില്ല. നമുക്ക് നമ്മുടെ ഗതാഗത സൗകര്യത്തിനകത്ത് ഏറ്റവും നിർണായകമായ ഒരു കാൽവയ്പ്പാണ് എന്ന തരത്തിൽ കെയറെയിൽ എന്ന പദ്ധതി കൊണ്ടുവന്നു. എനിക്ക് അങ്ങ് ആ സമയത്ത് വിവിധ സ്ഥലങ്ങളിൽ പ്രതികരിച്ചതിൽ വിവിധ നഗരങ്ങളിൽ സമാനമായ പദ്ധതിയെക്കുറിച്ചും ജപ്പാനിലെ കുറിച്ചൊക്കെയാണെന്നൊന്നു ഉദാഹരിച്ചത്. ഇത്തരത്തിലുള്ള നമ്മുടെ നാടിന് വേണ്ട, ഭാവിയിൽ വേണ്ട വികസന സങ്കല്പങ്ങൾക്ക് സങ്കുചിതമായ രാഷ്ട്രീയം കൊണ്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഗുണപരമാണോ കേരളത്തിൽ? ഇല്ല, നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ എതിർത്ത പല ഗതാഗത പദ്ധതികളും ഒരു 10-15 വർഷം കഴിഞ്ഞ് നടപ്പായിട്ടുണ്ട്. ഗതാഗതം മാത്രമല്ല, പല പദ്ധതികളും നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സംവിധാനങ്ങൾ കുറച്ച് വർഷം കഴിയും നമുക്കത് മനസ്സിലാകാൻ എന്നുള്ളത് അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ എതിർക്കുന്ന പല പദ്ധതികളും 10 വർഷം കഴിയുമ്പം കേരള സമൂഹം തന്നെ ആവശ്യമായിട്ട് ഇങ്ങോട്ട് പറയും. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് ഞാൻ ഒരു വളരെ പ്രമുഖനായ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ മലബാർ മേഖലയിൽ കൂടെ ഇപ്പോൾ പണി ഏതാണ്ട് പൂർത്തിയായി, നമ്മുടെ നാഷണൽ ഹൈവേയുടെ വടക്കൻ കേരളത്തിൽ. ഇപ്പോൾ ആ നാട്ടുകാരിൽ പലരും പറയുന്നുണ്ടത്രേ, ഈ റോഡ് നമ്മൾ 60 മീറ്റർ ആക്കേണ്ടതായിരുന്നു എന്ന്. പണി പൂർത്തിയായപ്പോൾ 45 മീറ്റർ വേണ്ട എന്നിവിടെ വാശി പിടിച്ച നമ്മുടെ ആളുകളുണ്ട്. 30 മീറ്റർ മതി എന്ന് നമ്മൾ നിഷ്കർഷിച്ച ആളുകളുണ്ട്. അതിനെ എതിർത്ത നാട്ടുകാരുണ്ട്, സ്വദേശികളുണ്ട്. പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നു ഈ 45 എന്നുള്ളത് നമുക്ക് 60 ആക്കേണ്ടിയിരുന്നു എന്ന്. കാരണം ആ നാട്ടുകാർക്ക് ഇപ്പോൾ 60 മീറ്റർ വീതി ഉണ്ടായിരുന്നെങ്കിൽ ഈ സർവീസ് റോഡ് 2 ലൈൻ ആയിരുന്നേനെ. സർവീസ് റോഡ് 2 വശത്തുമുള്ള സർവീസ് റോഡ് 2 ലൈൻ ആയിരുന്നെങ്കിൽ ആ സർവീസ് റോഡിലൂടെ അവർക്ക് അങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യാമായിരുന്നു. ഇപ്പോൾ വീതി കുറച്ചതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? ഈ സർവീസ് റോഡ് സിംഗിൾ ലൈനാണ്. അതുകൊണ്ട് തെക്കുള്ളവന് വടക്കോട്ട് പോകണമെങ്കിൽ തെക്കോട്ട് വീണ്ടും പോയി ഒരു 5 കിലോമീറ്റർ പുറകോട്ട് പോയി യൂട്ടേൺ എടുത്ത് തിരിച്ചു വന്നിട്ട് മറ്റേ സൈഡിൽ ചെന്നിട്ട് വേണം തിരിച്ചു പോകാൻ. ഇത് നിരന്തരം ജീവിതത്തിൻ്റെ ഒരു ക്രമമായി മാറുകയും ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ യാത്ര ചെയ്യേണ്ടിയും വരുമ്പോൾ ഇവർ മുടക്കുന്ന പണം എത്രയായിരിക്കും പെട്രോളിനും ജീവിത സൗകര്യത്തിനും വേണ്ടി? അപ്പോൾ ഈ നല്ല റോഡുകൾ നമ്മൾ
പുതിയ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യക്കാരോ മലയാളികളോ കണ്ടുപിടിച്ചതല്ല. ലോകത്ത് ഇത്തരം എക്സ്പ്രസ് വേകൾ, ഹൈസ്പീഡ് റെയിൽവേ സംവിധാനങ്ങൾ, ഹൈസ്പീഡ് ഗതാഗത സംവിധാനങ്ങളൊക്കെ വികസിത നാടുകൾ പ്രായോഗിക ബുദ്ധിയോടെ കണ്ടുപിടിച്ചതാണ്. അതിനെ നമ്മുടെ നാടിന് അനുയോജ്യമായ രീതിയിൽ അഡോപ്റ്റ് ചെയ്യുന്നതിന് പകരം ഇടുങ്ങിയ അല്ലെങ്കിൽ സങ്കുചിതമായ അല്ലെങ്കിൽ വ്യക്തിപരമായ ഇതിനെക്കുറിച്ച് വലിയ വീക്ഷണമോ ധാരണയില്ലാത്ത ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നമ്മൾ ഇതിനെ ചുരുക്കുമ്പോൾ, വേണ്ട എന്ന് വെക്കുമ്പോൾ വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ വലിയൊരു ദുരന്തത്തിലേക്കാണ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാരണം ഇത് പഠിച്ചവരല്ല അഭിപ്രായം പറയുന്നത്, കേട്ടുകേഴ്വികളാണ് അഭിപ്രായങ്ങളായി വരുന്നത്. 10 കേട്ടുകേഴ്വികൾ സോഷ്യൽ മീഡിയയുടെ കമൻറ്റുകളായി മാറുമ്പോൾ ഒരു പൊതുവികാരമായിട്ട് മാറുകയാണ്. അതാണ് സംഭവിക്കുന്നത്. അതിന് പകരമായി ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യന് മനസ്സിലാകുന്നത് പോലെ വിദേശ രാജ്യങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ നടപ്പായി എന്ന് കാണിച്ചുകൊണ്ട് അത് വന്നു കഴിയുമ്പോൾ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും മനുഷ്യന്റെ ജീവിത നിലവാരത്തിലും എല്ലാം അടുത്ത 10-15 വർഷം കൊണ്ടുണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണെന്നും അത് നമ്മളുടെ ഓരോ കുടുംബത്തിലേക്കും എന്ത് മാറ്റം കൊണ്ടുവരുമെന്നും വ്യക്തമാക്കി പഠിപ്പിച്ച് അവരിൽ ഇങ്ങനെയൊരു പദ്ധതി വേണമെന്നുള്ള ആഗ്രഹവും കൊതിയും സൃഷ്ടിച്ചതിന് ശേഷം ഈ നാട്ടുകാർ ആവശ്യപ്പെടണം, ഞങ്ങൾക്ക് ഇതുപോലൊരു ഹൈസ്പീഡ് റെയിൽവേ വേണം, ഇങ്ങനെയൊക്കെ വരുമെങ്കിൽ ഞങ്ങൾക്കും വേണം എന്ന് പറയുന്ന അവസ്ഥയിൽ അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. ജനത്തിന്റെ ആവശ്യമാക്കി ഇതിനെ മാറ്റണം. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഇത് ഭരണാധികാരികളുടെ മാത്രം എന്തോ ഒരു ആവശ്യമാണെന്ന് ആളുകൾ ധരിക്കുന്ന മട്ടിലാണ് പല പദ്ധതികൾ അവതരിപ്പിക്കപ്പെടുന്നത്. അതിൽ മാറ്റം വരുമ്പോൾ ഇതിൽ കുറേ മാറ്റങ്ങൾ വരും. കാരണം സമൂഹത്തെ കയ്യിലെടുക്കുന്ന, സമൂഹത്തെ കൺവിൻസ് ചെയ്യുന്ന, സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന, സമൂഹത്തെ പഠിപ്പിക്കുന്ന, സമൂഹത്തിന് ആവശ്യബോധം ഉണ്ടാക്കുന്ന ചില ആക്ടിവിറ്റികളിലൂടെ നടത്തിയതിനു ശേഷം വേണം പദ്ധതികൾ അവതരിപ്പിക്കാൻ. തീർച്ചയായും പുതിയ തലമുറ ഇത്തരം കാര്യങ്ങളൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന തലമുറയുടെ എണ്ണം കൂടി വരുന്നു എന്നതാണ്. അത് പുറത്തൊക്കെ പോയി പരിചയപ്പെടുകയും പഠിക്കുകയും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ലോകത്ത് ഏത് തുരുത്തിലുള്ള മനുഷ്യൻ്റെ പുതിയ പുരോഗതിയും മാറ്റങ്ങളൊക്കെ ആ നിമിഷം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലേക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചോദ്യവും കൂടിയുണ്ട്, ആ ചോദ്യത്തിലേക്ക് കൂടി നമുക്ക് കിടക്കാം. താരതമ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ മതചിന്തകൾ ഇത്തരം കേരളവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ശക്തിപ്പെടുന്നുണ്ടോ മറ്റ് രാജ്യങ്ങളുടെ ഒരു സ്ഥിതി മതചിന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ഒരു നാട് എനിക്ക് തോന്നുന്നു, അതായത് ആ നാട്ടിലെ ഗവൺമെൻറ് ഏതൊക്കെ നാടുകളിൽ വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു വിദ്യാഭ്യാസം നൽകി, സാമൂഹ്യബോധം നൽകി, പൗരബോധം നൽകി ജനത്തെ വളർത്തുന്നുണ്ടോ അവിടെ ഈ മതം ഒരു പ്രശ്നമായി മാറുന്നില്ല. പൗരബോധം എൻ്റെ അവകാശങ്ങളെക്കുറിച്ച് മാത്രമല്ലാതെ എൻ്റെ ഉത്തരവാദിത്വങ്ങളും ഞാനെന്ന വ്യക്തിയും സമൂഹവുമായുള്ള ബന്ധവും ഈ മതം എന്ന് പറയുന്ന കാര്യങ്ങളിലെ ശരിയും തെറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് അതിൽ വരേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള അറിവ്, ഇതൊക്കെയോടുകൂടി വളരുന്ന ഒരു മനുഷ്യന് അങ്ങനെ ഒരു മത തീവ്രവാദിയായി മാറാനോ മതത്തിന് വേണ്ടിയും എന്തും അധാർമികത ചെയ്യുന്ന ആളായി മാറാനോ കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പലപ്പോഴും അതില്ലാത്ത സമൂഹങ്ങളിലാണ് ഈ മതബോധം വളരെ കൂടുതൽ വരികയും അത് അന്യമതസ്ഥനെ ആക്രമിക്കാനും ഉപദ്രവിക്കാനും അധിക്ഷേപിക്കാനെങ്കിലുമുള്ള ഒരു ഉപാധിയാക്കി മാറുകയും ചെയ്യുന്നത്. തീർച്ചയായും അടുത്തൊരു ചോദ്യം. അങ്ങ് പല രാജ്യങ്ങളും, എൻ്റെ അറിവനുസരിച്ചിട്ടാണ് ഈ 140 രാജ്യങ്ങളെന്നാണ്. എത്ര രാജ്യമായി? 148 രാജ്യങ്ങളായി. ഇനി ബഹിരാകാശ യാത്രാ ദൗത്യത്തിൻ്റെ ഘട്ടത്തിലൂടെയാണ്. അങ്ങ് സഞ്ചരിച്ച രാജ്യങ്ങളിൽ ഇനിയും പോകണമെന്ന് മനസ്സിൽ വീണ്ടും തോന്നുന്ന ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ഇനി മേലാൽ ആ രാജ്യത്തിന് എത്തിപ്പെട്ടു പോയി ഇനി ഒരിക്കൽ കൂടി അത് വിസിറ്റ് ചെയ്യണ്ട എന്ന് തോന്നിയ ഏതെങ്കിലും രാജ്യമുണ്ട്? ഇനിയും പോകണമെന്നാഗ്രഹിക്കുന്നത് ചില വലിയ രാജ്യങ്ങളാണ്. വലിയ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂപ്രദേശം കൊണ്ടും സാംസ്കാരിക വ്യത്യസ്തത കൊണ്ടും ഒക്കെ വ്യത്യാസങ്ങളുള്ള അല്ലെങ്കിൽ വലിപ്പം കൂടിയ രാജ്യങ്ങൾ. കാരണം അവിടെ ഞാൻ പോയെങ്കിലും ആ രാജ്യങ്ങളെ പൂർണ്ണമായി എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പല രാജ്യങ്ങളും അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ നിരവധി രാജ്യങ്ങളിലേക്കാണ് ഇനി ഞാൻ പോകാനുള്ളത് കൂടുതലായിട്ട്. എന്നാൽ ഇനി പോകണ്ട എന്ന് തീരുമാനിച്ച ഒരു രാജ്യവും ഇല്ല. അത് പോകണ്ട എന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവിടെ ഇനി പോയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും കിട്ടാനില്ല എന്നുള്ളത് കൊണ്ടാണ്. അവിടെ പരമാവധി ചെറിയ രാജ്യങ്ങളായിരിക്കാം. അവിടുത്തെ സുപ്രധാനമായ അനുഭവങ്ങളെല്ലാം നമ്മൾ ചിത്രീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാം, ശേഖരിച്ചിട്ടുണ്ടാവാം, ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടാണ്.
കാരണം ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ഇനി നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് കയറില്ല എന്ന് തീരുമാനിക്കുന്നത് ആ ഭക്ഷണം നമ്മളെ വെറുപ്പിച്ചത് കൊണ്ടാണ്. അത് വെറുപ്പിക്കുന്ന ഒരു ഭക്ഷണമായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളവിടെ കയറുകയുമില്ലായിരുന്നു. ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറുന്നത് പോലെ തന്നെ പഠിച്ചിട്ടാണെങ്കിലോ, ഞാൻ സ്ഥിരം കയറുന്ന ഒരു റെസ്റ്റോറൻറ്റും എനിക്ക് നല്ല ബോധ്യമുള്ള റെസ്റ്റോറൻറ്റും ആണെങ്കിൽ നമ്മൾ വെറുപ്പുള്ള ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറൻറ്റ് കയറാതിരിക്കുക എന്നുള്ളതാണല്ലോ. ഞാൻ പോയ രാജ്യങ്ങളിലൊക്കെ ഞാൻ പഠിച്ചിട്ട് പോയതാണ്. അവിടെ ഏറ്റവും ദാരിദ്ര്യം, പട്ടിണി, മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശം എന്നൊക്കെ നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മാത്രം അറിയുന്നതല്ല, നമ്മൾ യാത്രയ്ക്ക് മുമ്പേ അറിഞ്ഞിട്ട് അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടുത്തെ പട്ടിണി അല്ലെങ്കിൽ അവിടുത്തെ ദാരിദ്ര്യം, അവിടുത്തെ പ്രതിസന്ധികൾ അത് തേടിപ്പോയതാണ് നമ്മൾ. അവരെങ്ങനെയാണ് അതിനെ മറികടക്കുന്നത്, അതിനെ അതിജീവിക്കാനുള്ള ടെക്നിക്കുകൾ എന്താണ് അവർ ആവിഷ്കരിക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് പോയത്. അപ്പോൾ അവിടെ നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ പട്ടിണി ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിരാശരായി പോകും. എന്നെ അടുത്ത് അറിയാൻ കൗതുകമുള്ളത് അങ്ങയുടെ ബഹിരാകാശ ദൗത്യത്തെക്കുറിച്ചാണ്. അങ്ങയുടെ യാത്രയുടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുന്നു. നമ്മുടെ പലരും ചോദ്യത്തിൽ ചോദിച്ചായിരുന്നു, അതായത് നമ്മളൊരു ലക്ഷറി ലൈഫിൻ്റെ, അതായത് എല്ലാം കഴിഞ്ഞ ശേഷം വിശ്രമത്തിൽ സാമ്പത്തികം ലക്ഷറി ലൈഫ് ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് മാത്രം യാത്ര പ്രാപ്യമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സാധാരണക്കാരിലേക്ക് യാത്ര ജനകീയമാക്കുന്നതിൽ എല്ലാവരും ഒരു സന്തോഷ് ജോർജ് കുളങ്ങരയുണ്ട്. അത് നേരിട്ട് ആരും പറഞ്ഞില്ല എങ്കിലും നമ്മളെല്ലാവരെയും പ്രചോദനമാകുന്ന ഒരു യാത്രയുടെ നമുക്ക് കൂടി കഴിയുന്നതാണ് എന്ന യാത്രയുടെ ലോകം തുറക്കുന്നത് വലിയ പങ്കുവഹിച്ച ഒരാളാണ് അങ്ങ്. അങ്ങയുടെ യാത്രയുടെ ദൗത്യത്തിന് സീമകളില്ല, സീമാതീതമാണ്. ഇപ്പോൾ ഈ ബഹിരാകാശ യാത്രയിലേക്ക് പോകുന്നു, അതിൻ്റെ ദൗത്യം എങ്ങനെയാണ്, അത് എപ്പോഴാണ്, അതിൻ്റെ ഏത് ഘട്ടം കഴിഞ്ഞു, അതുകൂടി അറിയാനുള്ള ആകാംക്ഷയുണ്ട്. അതിൻ്റെ ഡേറ്റ് ഞാനല്ല അനൗൺസ് ചെയ്യേണ്ടതെന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അനൗൺസ് ചെയ്യുന്നില്ല, അത് ആ സ്ഥാപനം അനൗൺസ് ചെയ്യും. പക്ഷേ അധികം നിങ്ങളെ നിരാശരാക്കി മുന്നോട്ട് പോവില്ല, അധികം താമസിയാതെ തന്നെ ആ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ചോദ്യം കൂടെ കഴിഞ്ഞാൽ നമുക്ക് 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം സന്തോഷ് സാറോടാണ്. സാർ ഇപ്പോൾ 148 രാജ്യങ്ങളിൽ പോയെന്ന് പറഞ്ഞു. അവിടെ എല്ലായിടത്തും മലയാളികളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ സാറിന്? രണ്ടാമത്തെ ചോദ്യം പ്രമോദ് സാറിൻ്റെ അടുത്താണ്. സാർ ഒരുപാട് യാത്രകളും ചെയ്തിട്ടുള്ള ആളാണ്, ഒരുപാട് ഇൻ്റർവ്യൂകൾ നടത്തിയിട്ടുള്ള ആളാണ്. സാറിന് സന്തോഷ് സാറെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം കൂടി പറയുക. ഞാൻ മലയാളികളെ കാണാത്ത ധാരാളം സ്ഥലത്ത് പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മലയാളി അവിടെ ഇല്ലെന്നല്ല, ഞാൻ അന്വേഷിച്ച് പോയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും മലയാളികളെ അധികം അന്വേഷിച്ച് പോകാറില്ല. എന്നാൽ ചില രാജ്യങ്ങളിൽ എനിക്ക് ചില മലയാളി സഹായം ആവശ്യമായിട്ട് വന്നപ്പോൾ അവരിങ്ങോട്ട് തന്നെ മുന്നിട്ട് വന്ന് ആ നാട്ടിൽ വന്നാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട ചില ആളുകളെ സഹായം ഞാൻ തേടിയിട്ടുമുണ്ട്. ആ മലയാളികളില്ലാത്ത രാജ്യങ്ങളിലാണ് ഞാൻ, മലയാളികളെ കണ്ടുമുട്ടാത്ത നാടുകളിലാണ് ഞാൻ കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സഞ്ചാരം കണ്ടാൽ അറിയാം അതിനകത്ത്. പക്ഷേ ചില രാജ്യങ്ങളിൽ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാക്കി കിടപ്പുണ്ട്, ഇതോടെ ചേർത്ത് പറയാം. എവിടെയെങ്കിലും വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഒരിക്കലും നമ്മൾ മലയാളിയെ കാണില്ല എന്നൊരു സ്ഥലത്ത് വെച്ച് മലയാളിയെ കണ്ടിട്ടുണ്ട്. ഞാനൊരിക്കലും മംഗോളിയ എന്ന് പറയുന്ന രാജ്യത്തൂടെ ഞാൻ ട്രാൻസ് സൈബീരിയൻ ട്രെയിനിൽ ഒരിക്കൽ യാത്ര ചെയ്തു, ദീർഘമായ യാത്ര. ട്രാൻസ് സൈബീരിയൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ റഷ്യയിലെ സൈബീരിയൻ പ്രദേശത്തൂടെ ദീർഘ ദിവസങ്ങൾ ഓടി. അത് 2 വഴിക്ക് തിരിയും. അത് ഒന്ന് റഷ്യയുടെ തന്നെ ഏറ്റവും കിഴക്കേ അതിരിലുള്ള ഒരു പട്ടണത്തിൽ പോയി അവസാനിക്കും. മറ്റൊന്ന് ഇടയ്ക്ക് വെച്ച് തിരിഞ്ഞ് മംഗോളിയ വഴി ബീജിങ്ങിലേക്ക്, ചൈനയിലെ ബീജിങ്ങിലേക്ക് വന്നിരുന്ന ലൈന്. ഇങ്ങനെ 2 ലൈനാണ് സൈബീരിയക്കുള്ളത്, ട്രാൻസ് സൈബീരിയൻ ട്രെയിനുള്ളത്. അതിൽ ചൈനയിലേക്ക് വരുന്ന ട്രെയിനിലാണ് ഞാൻ സഞ്ചരിച്ചത്. അങ്ങനെ വന്ന് ഒരു ദിവസം മംഗോളിയയുടെ തലസ്ഥാനമായ ഉലാൻ ബാത്താറിൽ വന്നിറങ്ങി. അവിടെ ഒരു 3 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള ദിവസം ഞാൻ ഉൾനാടുകളിലേക്ക് പോയി. ഈ ഉൾനാടുകളിലേക്ക് പോകുന്നത് ഒരു ഡ്രൈവറും കാറും ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയരികിൽ ചെറിയ കൂടാരങ്ങളുണ്ട്, യുർട്ടുകൾ എന്നാണ് അത് പറയുന്നത്. യുർട്ടുകൾ, വട്ടത്തിലുള്ള കൂടാരങ്ങൾ. അതിലാണ് ഈ മംഗോളിയക്കാർ പരമ്പരാഗതമായിട്ട് വസിച്ചു വരുന്നത്. ഇപ്പോഴും കുറേ പേരൊക്കെ അങ്ങനെ ജീവിക്കുന്നത്. അവരുടെ ഒരു നാടോടി പാരമ്പര്യമുള്ളതാണ്. ഗോപി മരുഭൂമിയിലൂടെ അല്ലാതെ പട്ടണങ്ങൾ രൂപപ്പെടുത്തിയൊക്കെ ജീവിക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. ഒരു 10-30 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ ടൗണിൽ വീടുകളൊക്കെ വെച്ച് താമസിക്കുന്ന സ്വഭാവം അവർക്ക് വന്നിട്ട്. അവർ അഴിച്ചു മാറ്റാവുന്ന കൂടാരങ്ങളുമായിട്ട് അവരുടെ കന്നുകാലികളും കുതിരകളും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുകയാണ്. കുതിരയാണ് അവരുടെ പ്രധാന വളർത്തുമൃഗം. കുതിരയുടെ പാല്, കുതിരയുടെ മാംസം, കുതിരപ്പുറത്ത് സഞ്ചരിക്കുക.
ഇവരുടെ മൂവ്മെൻറ്റ് മുഴുവൻ കുതിരപ്പുറത്തുമാണ്. അപ്പോൾ അങ്ങനെയുള്ള വട്ടക്കൂടാരങ്ങൾ ചില റെസ്റ്റോറൻറ്റുകളായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പരിമിതമായ വിഭവങ്ങൾ, കുതിരയുടെ മാംസം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതര സോസേജ് ഉണ്ട്. അത് കുതിരയുടെ കുടലൊക്കെ ക്ലീൻ ചെയ്ത് അതിനകത്ത് ചില പ്രത്യേക മാംസമൊക്കെ നിറച്ചിട്ടുണ്ടാക്കുന്ന ചില പ്രത്യേക വിഭവങ്ങൾ. കുതിരപ്പാല് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരു തരം കള്ളുണ്ട്. നമ്മുടെ നാടൻ തെങ്ങിൻ കള്ളിൻ്റെയൊക്കെ അതേ രുചി തന്നെ അതിന്. കുതിരപ്പാലാണത്, പക്ഷെ അത്ര ലഹരിയൊന്നും ഉണ്ടാവില്ലായിരിക്കാം. അതും ഈ സോസേജും വിൽക്കുന്ന നിരവധി ടെൻറ്റുകളിൽ പോകുന്ന പല സ്ഥലങ്ങളിലും കാണാം. അപ്പോൾ ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഈ വിഭവം രുചിക്കാനും ഈ കുതിരപ്പാൽ കൊണ്ടുള്ള കള്ളിൻ്റെ രുചി എന്തെന്നറിയാനും ഒക്കെ വേണ്ടിയിട്ട് ഞാനും അവിടെ ഇറങ്ങി. അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഈ കൂടാരത്തിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹം ഏതോ ഒരു UN മിഷൻ്റെയോ മറ്റോ ഭാഗമായിട്ട് അവിടെ ചെന്ന് ജീവിക്കുന്ന ഒരു മലയാളിയാണ്. അദ്ദേഹം കുറേ ഏതാനും മാസങ്ങളായിട്ട് അവിടെയുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്ന മലബാർ ഭാഗത്തു നിന്നുള്ള ഒരു മനുഷ്യനാണ്. അവിടെ വെച്ച് പരിചയപ്പെടുന്നു. അദ്ദേഹമായിട്ട് കഥകളൊക്കെ പറഞ്ഞു, അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അവിടുത്തെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു വിദൂര ഗ്രാമത്തിൽ, അവരുടെ തലസ്ഥാന നഗരത്തിൽ പോലും അല്ല, ഉൾനാട്ടിലെ ഒരു ഗോപി മരുഭൂമിയുടെ ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടെയും മലയാളിയെ കണ്ടുമുട്ടുന്നു എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു അതിശയമല്ലാതായി മാറി. കാരണം നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് ലോകത്ത് എവിടെയും ഒരു മലയാളി ഉണ്ട് എന്നുള്ളത്. തീർച്ചയായും നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയം. എന്നോടുകൂടി ഒരു ചോദ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ മറുപടി പറയാം. കാരണം ഈ വർക്കിംഗ് ഡേയിൽ ഈ 4 മണിക്ക് എന്തുമാത്രം കൗതുകത്തോടെ ഇത്രയും പേർ ഇവിടെ വന്നിരുന്നു എന്ന് തന്നെയാണ് എനിക്കുമുള്ള കൗതുകം. കാരണം സാധാരണ ഒരാളിനെ ഇൻ്റർവ്യൂ ചെയ്യും പോലെയല്ല. എത്ര നേരം നിങ്ങളെപ്പോലെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നാലും ഒത്തിരി മറുപടി, അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവം അതാണ്. അതായത് അനുഭവിക്കുന്നത് കൂടുതൽ അറിയുന്നു എന്നതാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം കണ്ടതാണ്, ആ കാഴ്ചകളുടെ അനുഭവങ്ങൾ എത്ര നേരം മണിക്കൂറുകളും പങ്കുവയ്ക്കാൻ കഴിയും. അതുകൊണ്ട് ഇത് എൻ്റെ ഇൻ്റർവ്യൂ അനുഭവത്തിൽ വലിയ ഒരു പ്രത്യേക നിമിഷം തന്നെയാണ്. കാരണം എത്രയേറെ ചോദ്യങ്ങൾ ചോദിച്ചാലും അതിന് കൗതുകം അവസാനിക്കുന്നില്ല, ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സന്തോഷ് ജോർജ് കുളങ്ങരയോട് പറയാൻ ഉള്ളത്, ഇതിൻ്റെ സംഘാടകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. ഇത് നഗരങ്ങളിൽ മാത്രമുള്ള പ്രത്യേക പുസ്തകോത്സവങ്ങളോ ഒക്കെ ഉള്ളതുപോലെയുള്ള പ്രധാനപ്പെട്ട സെലിബ്രിറ്റീസൊക്കെ വരുന്ന പോലെയല്ല. സന്തോഷ് ജോർജ് കുളങ്ങര ഇതിൽ വന്നത് തന്നെ ഈ ഗ്രാമത്തിൻ്റെ ഇത്രയും പേര് കൂടിയിരിക്കുന്ന ഒരു നൈർമല്യത്തിൻ്റെ ഭാവമാണ്. താങ്കൾ അത്രയേറെ ഈ പ്രദേശത്തെ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. കൗതുകം അവസാനിക്കുന്നില്ല. അങ്ങ് തുടർന്ന് നടക്കുന്ന പുസ്തകമേളയിലും കാട്ടാൽമേളയിലും പങ്കെടുക്കണം. മാത്രമല്ല, അങ്ങ് ലോകത്തെ സന്ദർശിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചൊക്കെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ പറയുന്നതാണ്. മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോഴും കാട്ടാൽ മേളയെക്കുറിച്ച് അങ്ങ് പറയണം. ഇങ്ങനെ ഒരു ഗ്രാമമുണ്ട് എന്നും ഈ ഗ്രാമത്തിലെ ജനങ്ങൾ പുസ്തകങ്ങളെ അത്രയേറെ ഹൃദയത്തോട് സ്നേഹിക്കുന്നുണ്ട് എന്നും പുസ്തകങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒത്തുകൂടുന്നുണ്ട് എന്നും പുസ്തക പ്രദർശനങ്ങളും സ്റ്റാളുകളും മാത്രമല്ല, ഇങ്ങനെ അങ്ങയെപ്പോലെ കേൾക്കാനും അങ്ങയെപ്പോലെയുള്ളവരെ കാണാനും കേൾക്കാനും മനസ്സുള്ളവരോട് ഉണ്ട് എന്ന കാര്യം അങ്ങ് മറ്റുള്ളവരോട് കൂടി പറയണമെന്നൊരു അഭ്യർത്ഥന കൂടി എനിക്ക് പറയാനുള്ളൂ. വളരെ സന്തോഷം ഇങ്ങനെ ഒരു നിമിഷം സമ്മാനിച്ച്. പ്രത്യേകിച്ച് ശ്രീ മുരുകൻ കാട്ടാക്കടയോട് ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന കവിയാണ്. അദ്ദേഹം തന്നെ ഇതിന്റെ സംഘാടകത്തിന് നേതൃത്വം നൽകി. അദ്ദേഹമാണ് ഈ ഗസ്റ്റുകളെല്ലാം ഓരോരുത്തരെയും അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചാൽ ആർക്കും നിരസിക്കാൻ കഴിയില്ല, ഓരോരുത്തരായി ഇവിടെ എത്തുന്നത്. എന്നെയും ഒരു മോഡറേറ്ററായി ഇവിടെ ക്ഷണിച്ചതിലുള്ള അദമ്യമായ നന്ദി പറയുന്നു. സംഘാടകരായിട്ടുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നേതാവായിട്ടുള്ള സാജു അനിൽകുമാർ, എല്ലാവരോടും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഇത് സന്തോഷത്തോടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു.